യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അതേ മനുഷ്യൻ ലേഖനം എഴുതുമ്പോൾ ആ ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദി മുതൽ ഉള്ളതായിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നുവെന്ന് സുവിശേഷത്തിൽ പറയുമ്പോൾ ലേഖനത്തിൽ ആ വചനം എന്താകുന്നുവെന്ന് താൻ വിശദീകരിക്കുകയാണ്. ലേഖനത്തിൽ താൻ പറയുകയാണ്: ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്. ആദിയിൽ വചനമുണ്ടായിരുന്നുവെന്ന് ഈ സുവിശേഷത്തിൽ പറഞ്ഞ ഭക്തൻ ലേഖനത്തിൽ പറയുകയാണ്: ആ വചനം, ആ വാക്കുകൾ, ആ സംസാരം എന്നുള്ളത് മരണത്തെക്കുറിച്ചായിരുന്നില്ല, ശാപത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും നാശത്തെക്കുറിച്ചുമായിരുന്നില്ല. ആദി മുതൽ ഉണ്ടായിരുന്നതായ വചനം ജീവൻ്റെ വചനം ആയിരുന്നു. എന്നിട്ട് ആ ജീവൻ്റെ വചനത്തെക്കുറിച്ച് അടുത്തതായിട്ട് പറയുകയാണ്: ആ ജീവൻ്റെ വചനം ഞങ്ങൾ കേൾക്കുകയായിരുന്നില്ല, ആ ജീവൻ്റെ വചനം ഞങ്ങൾക്ക് എന്തായി തീർന്നു? ആമേൻ. വേർഡ് മാനിഫെസ്റ്റഡ്. ആ വചനവും ആ ജീവനും ഞങ്ങൾക്ക് എന്തായി തീർന്നു? അവിടെ ഒരു മാനിഫെസ്റ്റേഷൻ, അത് പ്രത്യക്ഷമായി. അത് ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും അടുത്തതായിട്ട് ആ ജീവനെ വിശദീകരിച്ച് പറയുകയാണ്: പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ആകയാൽ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗം ഇതാണ്: ഞങ്ങളുടെ സുവിശേഷം, ഞങ്ങൾക്ക് അറിയിക്കാനുള്ള ഞങ്ങളുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ജീവനെക്കുറിച്ചാണ്. അത് നിത്യജീവനെക്കുറിച്ചാണ്. മരണത്തെക്കുറിച്ചല്ല ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്. ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത് ജീവനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും. ഇത്രയും താൻ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് നാം ഈ മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് താൻ പറയുന്നത്. വാട്ട് വി പ്രീച്ച്, ഞങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നത്. 2, ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് ഉള്ളത് എന്ത്. ഈ 3 കാര്യങ്ങളാണ് ആ 3 വാക്യങ്ങളിൽ കൂടെ താൻ പറയുന്നത്. ഒന്നാമതായി പറയുന്നു, ഞങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ജീവൻ്റെ, നിത്യജീവൻ്റെ, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും അനുഭവിച്ചതുമായ ജീവൻ്റെ വചനമത്രേ. ആകയാൽ അവിടെ അപ്പോസ്തലൻ പറയുകയാണ്: ഞങ്ങളൊരു ഫിലോസഫി അല്ല പ്രസംഗിക്കുന്നത്, ഞങ്ങളൊരു താത്വിക അവലോകനങ്ങളോ തത്വചിന്തയോ ശാസ്ത്രമോ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് അനുഭവമാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അനുഭവം ആണ്. ഞങ്ങൾ അനുഭവിച്ചത് നിങ്ങളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിത്യജീവൻ്റെ ശക്തി അനുഭവിച്ചവന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? അത് പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. അഭിഷേകം അനുഭവിച്ചവന് മാത്രമേ അത് പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. കൃപ അനുഭവിച്ചവന് മാത്രമേ അത് പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം: ജീവിതത്തിൽ ദൈവം നിങ്ങളെ നടത്തുന്ന ഓരോ പാതകളും ദൈവത്തിൻ്റെ മഹത്വത്തെ അനുഭവിപ്പാൻ, അത് അനുഭവിച്ചതിന് ശേഷം അതിനെ ശുശ്രൂഷിക്കാൻ, അതിനെ പ്രസ്താവിക്കുവാനാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എന്നെ ഒരു അഭിഷക്തനാക്കുകയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എന്നെ ഒരു ശുശ്രൂഷയിലേക്ക് നയിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ 3-ാം വാക്യത്തിൽ, അവിടെയാണ് നമ്മുടെ വിഷയം നിൽക്കുന്നത്, അവിടെ അദ്ദേഹം പറയുകയാണ്: ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം അറിയിക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നതിൻ്റെ ഉദ്ദേശം
കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. കർത്താവിനെ കണ്ട ഒരു മനുഷ്യൻ, കർത്താവിൻ്റെ ജീവനെ അനുഭവിച്ച ഒരു മനുഷ്യൻ ഒരു കാര്യം മറ്റൊരാളോട് അറിയിച്ചാൽ അവിടെ എന്തുണ്ടാകും? ആമേൻ, കൂട്ടായ്മയുണ്ടാകും. ഞാൻ ആവർത്തിക്കട്ടെ, കർത്താവിനെ കണ്ട മനുഷ്യൻ, കർത്താവിൻ്റെ ജീവൻ കണ്ട മനുഷ്യൻ ഒരുവനോട് സംസാരിച്ചാൽ അവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? കൂട്ടായ്മയായിരിക്കും. കർത്താവിനെ കാണാത്ത മനുഷ്യൻ, കർത്താവിൻ്റെ കൃപ അനുഭവിക്കാത്ത മനുഷ്യൻ, കർത്താവിൻ്റെ ജീവൻ അനുഭവിക്കാത്ത മനുഷ്യൻ ഒരുവനോട് സംസാരിച്ചാൽ അവിടെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? കൂട്ടായ്മയായിരിക്കത്തില്ല, കലക്കമായിരിക്കും ഉണ്ടാകുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ കൂട്ടായ്മയാണോ ഉണ്ടാകുന്നത്? നിങ്ങൾ സംസാരിക്കുമ്പോൾ കലക്കമാണോ ഉണ്ടാകുന്നത്? ആമേൻ. ഞാനതിൻ്റെ ഡെപ്തിലേക്ക് കടന്നു വരാം. എന്നാൽ അടുത്ത ഭാഗം അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനോടുമാകുന്നു. ആ വാക്യത്തെ തിരിച്ചൊന്ന് വായിക്കാം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ എൻ്റെ കൈപോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞങ്ങളുടെ കൂട്ടായ്മ ദൈവത്തോടും പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോടും, സ്വർഗവും ഭൂമിയും തമ്മിലൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്കപ്പുറമായി നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിലൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, ക്രൂശ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. സ്വർഗവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ, മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ. ഇതാണ് കുരിശിൻ്റെ അടയാളം. അത് ഒരു കൂട്ടായ്മയാണ്. ആമേൻ. ഒരു വെർട്ടിക്കൽ ഫെലോഷിപ്പ് ആൻഡ് ഹൊറിസോണ്ടൽ ഫെലോഷിപ്പ്. അങ്ങനെയെങ്കിൽ ഞാൻ അടുത്തതായി നിങ്ങളുടെ അടുക്കൽ പറയാം, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂട്ടായ്മയുണ്ടാകും. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. ഒരു അടിസ്ഥാന സത്യം നാം തിരിച്ചറിയണം. ദൈവവുമായിട്ട് കൂട്ടായ്മയുള്ള ഒരു മനുഷ്യന് മാത്രമേ ഭൂമിയിൽ എന്തുണ്ടാകത്തുള്ളൂ? ഫെലോഷിപ്പ് ഉണ്ടാകത്തുള്ളൂ, കൂട്ടായ്മയുണ്ടാകത്തുള്ളൂ. ദൈവവുമായി കൂട്ടായ്മയുള്ള ഒരു മനുഷ്യന് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ഭൂമിയിൽ മനുഷ്യനുമായി കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയത്തുള്ളൂ. ആദിമ മനുഷ്യനായിരിക്കുന്ന ആദത്തിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്ന് നോക്കുവേൻ. ഏദൻ തോട്ടത്തിൽ വെയിലാറുമ്പോൾ ദൈവം അവൻ്റെ അടുക്കൽ ഇറങ്ങി വരിക. സൂര്യൻ്റെ പ്രകാശം മങ്ങുമ്പോൾ അവൻ അറിയുകയില്ല. കാരണം സൂര്യൻ പടിഞ്ഞാറേ ഗളത്തിൽ അസ്തമിക്കുമ്പോൾ ദൈവം അവിടേക്ക് തോട്ടത്തിലേക്ക് കയറി വരും. രാത്രി മുഴുവനും തോട്ടത്തിൽ വെളിച്ചമായിരിക്കും. ആദത്തെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം, നിത്യതയിൽ ചെന്നിട്ട്, ആദം ഏദനിലെ പകലിനായിരുന്നോ വെളിച്ചം, രാത്രിക്കായിരുന്നോ വെളിച്ചമെന്ന്? ആദം പറയും, ഏദനിലെ രാത്രിക്കായിരുന്നു വെളിച്ചം കൂടുതൽ. കാരണം പകൽ സൂര്യനായിരുന്നു, രാത്രി എൻ്റെ ദൈവമായിരുന്നു പ്രകാശിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ എവിടെ ആദമും ദൈവവുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടോ, അടുത്തത് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയാമോ? ആദം ഹവ്വയെ കുറ്റം പറയാൻ തുടങ്ങി. അടുത്തത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആദത്തിൻ്റെ മക്കൾ തമ്മിൽ ശത്രുതയിൽ, കൊലപാതകത്തിലേക്ക് കടന്നു. എവിടെ ദൈവീക ഫെലോഷിപ്പ് നഷ്ടപ്പെടുന്നോ, എവിടെ ഒരു മനുഷ്യൻ്റെ ദൈവീക ബന്ധം നഷ്ടപ്പെടുന്നോ, അവിടെ അവൻ്റെ കൂട്ടായ്മയുടെ ബന്ധം നഷ്ടപ്പെടും. ഞാൻ ആവർത്തിക്കട്ടെ, എവിടെ ഒരു മനുഷ്യൻ്റെ ദൈവീക ബന്ധം നഷ്ടപ്പെടുന്നോ, അവിടെ അവൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും. അവിടെ അവൻ്റെ സഭാ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും. അവിടെ അവൻ്റെ സകലവിധമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവൻ്റെ കമ്മ്യൂണിയൻ, അവൻ്റെ റിലേഷൻസ്, അവൻ്റെ ഫെലോഷിപ്പുകൾ ബ്രേക്കായി തീരാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളിൽ ആരെങ്കിലും, കർത്താവേ എൻ്റെ കുടുംബത്തിലൊരു സമാധാനം തരണമേ, എൻ്റെ പിള്ളേരുടെ ഇടയിൽ ഒരു ഐക്യത തരണമേ, കർത്താവേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു ഐക്യത തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആ പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ ഒരു കാര്യം പ്രാർത്ഥിച്ച് നിരപ്പ് പ്രാപിക്കണം. എനിക്ക് ദൈവവുമായിട്ടൊരു സമാധാനം വേണം. റിസ്റ്റോറേഷൻ ഇൻ ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ യഥാസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? ആമേൻ. മനുഷ്യനുമായുള്ള ബന്ധത്തെ ദൈവം സ്ഥാപിച്ചെടുക്കുക. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നത്, ഒരുവൻ്റെ വഴികളെ എനിക്ക് പ്രസാദമായി തോന്നിയാൽ അവൻ്റെ ശത്രുക്കളെയും ഞാൻ എന്ത് ചെയ്യും? അവനോട് ഇണക്കുമാറാക്കുക. അപ്പം ദൈവവുമായിട്ടൊരു മനുഷ്യൻ കണക്റ്റായി കഴിഞ്ഞാൽ, ദൈവവുമായിട്ടൊരു മനുഷ്യൻ ഐക്യതയിലായി കഴിഞ്ഞാൽ, അവന് മറ്റുള്ളവരുമായിട്ട് എന്തുണ്ടായിത്തീരും? ഒരു ഐക്യത ഉണ്ടായിത്തീരും. എൻ്റെ സഹോദരങ്ങളെ,
സഹോദരങ്ങളെ, ചിലർക്ക് ദൈവസഭയ്ക്കകത്ത് വരാൻ കഴിയത്തില്ല, ദൈവസഭയ്ക്കകത്ത് ഇരിക്കാൻ കഴിയത്തില്ല. ദൈവസഭയ്ക്കകത്തിരുന്നാൽ ചിലർക്ക് തലയ്ക്ക് വെരുപ്പാണ്, ചിലർക്ക് അഭിഷക്തന്മാരുമായി കണക്റ്റ് ആകാൻ കഴിയത്തില്ല, ചിലർക്ക് കൂട്ടുവിശ്വാസികളുമായി കണക്റ്റ് ആകാൻ കഴിയത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, അത് ആരുടെയും കുഴപ്പമല്ല, ഒറ്റ കുഴപ്പമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നീയും ദൈവവും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം എവിടെയോ തകർന്നു പോയി. ദൈവവുമായുള്ള ബന്ധം തകർന്നു പോയി കഴിഞ്ഞാൽ അവൻ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോ സംഭവിക്കുമെന്നറിയാമോ? വല്ലാത്ത തലയ്ക്ക് വെരുപ്പ് സംഭവിക്കുക. കാരണം ഇതിനകത്ത് നടക്കുന്നതൊക്കെ എന്തോ ഒരു ബഹളം പോലെ, ഇതിനകത്ത് നടക്കുന്നതൊക്കെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും അവന്. കാരണം അവൻ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവജനത്തിൻ്റെ അടുക്കൽ, എൻ്റെ പൊന്നു സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ ചോദിക്കുന്നു, ആർ യു കണക്റ്റഡ്? ആർ യു സിങ്ക്ഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഗോഡ്? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് എവിടെ ബ്രേക്ക് ആകുന്നോ അപ്പോൾ കുടുംബജീവിതത്തിനകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകും, സഭാജീവിതത്തിനകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകും, സാഹോദര്യ ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും. അവിടെ ടോട്ടലി ഒരു ബ്രോക്കൺനെസ് ഉണ്ടാകുക. ആകയാൽ അടിസ്ഥാനപരമായി നമ്മളുടെ ജീവിതത്തിൽ റിസ്റ്റോർ ദ റിലേഷൻ, റിസ്റ്റോർ ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സ്ഥാപിച്ച് എടുക്കണം. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവപുത്രനെ സ്നേഹിക്കുന്ന ആ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങിയിട്ട് ആ സ്നേഹം നമ്മളിൽ കൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. മാനിഫെസ്റ്റ് ദ ലവ് ഓഫ് ഗോഡ്, മാനിഫെസ്റ്റ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ കൂടെ പ്രദർശിതമായി തീരുക. ആമേൻ. ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. നമുക്ക് കൂട്ടായ്മയുണ്ടായിരിക്കണം. ഞങ്ങൾ നിങ്ങളോട് നിത്യജീവനെ കുറിച്ച് പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടിയാകുന്നോ? ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. വി മസ്റ്റ് ഹാവ് എ ഡീപ് ഫെലോഷിപ്പ്. നമുക്ക് തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു ആഴമേറിയ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, നമുക്കൊരു കൂട്ടായ്മയുണ്ട്, നമുക്കൊരു കൂട്ടായ്മയുണ്ട്, നമുക്കൊരു കൂട്ടായ്മയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അവനൊരു സഭാ അംഗത്വത്തിലേക്കല്ല കടന്നു വരുന്നത്. അവൻ ഒരു സഭയുടെ അംഗമാവുകയല്ല, അവൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ അംഗമാവുകയല്ല. അതിനെക്കാട്ടിൽ ഉപരിയായിട്ട് അവൻ ഒരു കുടുംബത്തിലെ അംഗമായി തീരുകയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്: നിങ്ങൾ ഇനിയും അന്യരല്ല, നിങ്ങൾ ഇനിയും പരദേശികളല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ. അതൊരു രാജ്യവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. എന്നാൽ അടുത്ത വാക്ക് കണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാരത്രേ, നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാരത്രേ. ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വീട്ടുകാരത്രേ. ദൈവത്തിൻ്റെ ഭവനക്കാരായി തീരുന്നെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട് ഏതാണ്? നമ്മുടെ എല്ലാവരുടെയും വീട് ഏതാണ്? ദൈവത്തിൻ്റെ വീട് നമ്മളുടെ വീടായി തീരുകയാണ്. അപ്പോൾ ഒരു സഭയിലേക്കല്ല ക്രിസ്ത്യാനിത്വം മനുഷ്യനെ കൊണ്ടുവരുന്നത്, അതിലുപരിയായി എവിടേക്ക് കൊണ്ടുവരികയാണ്? ദൈവത്തിൻ്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ ഭവനക്കാരത്രേ. ആമേൻ. ഞാൻ ദൈവത്തിൻ്റെ ആ ഭവനക്കാരെന്നുള്ളത് കുറച്ചും കൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറയാം. ദൈവത്തിൻ്റെ കുടുംബക്കാരത്രേ, ദൈവത്തിൻ്റെ കുടുംബക്കാരത്രേ. ഞാൻ മുൻപൊരിക്കൽ ഡിവൈൻ ലെഗസി എന്ന ഭാഗത്തെ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു വിഷയത്തെ തൊട്ടതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ ഭവനക്കാരനായി തീരുക എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളുടെ അകത്ത് കിടക്കുന്ന ദൈവിക വിളിയുടെ ശ്രേഷ്ഠത നാം പഠിച്ചാൽ, ആ വിളിക്കകത്ത് മറഞ്ഞു കിടക്കുന്ന ദൈവിക ശ്രേഷ്ഠത, ദൈവം നമ്മളെ എന്തിലേക്ക് വിളിച്ചുവെന്നാണ് എഴുതിയിരിക്കുന്നത്? ദൈവം നമ്മളെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു. ആ വാക്യത്തിലേക്ക് വരാം. എല്ലാവരും ബൈബിളിൽ ആ ഭാഗം മാത്രം ഒന്ന് എടുത്താട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം, 1 കൊരിന്ത്യർ 1:9. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പൊ ദൈവത്തിൻ്റെ വിളിക്കകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു മഹത്വമാണ്. ദൈവം നമ്മളെ എന്തിനു വേണ്ടി എന്തിലേക്ക് വിളിച്ചിരിക്കുന്നു? ദൈവം നമ്മെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു. ദൈവം നമ്മെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ എന്തിനായി വിളിച്ചിരിക്കുന്നു? കൂട്ടായ്മയിൽ ജീവിക്കുവാൻ തക്കവണ്ണം വിളിച്ചിരിക്കുന്നു. ആവർത്തിക്കട്ടെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശം നമ്മൾ കൂട്ടായ്മയിൽ ജീവിച്ചിരിക്കണം, കൂട്ടായ്മയിൽ ജീവിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം ഞാൻ ബൈബിൾ തുറക്കുവാൻ പറഞ്ഞതിൻ്റെ കാരണം പറയാം. 7, 8, 9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ യേശുവിനെ ഇങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്. 3 വാക്യങ്ങളിലും ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. 8-ാം വാക്യത്തിൽ പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവസം. 9-ാം വാക്യത്തിൽ പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ. ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ജീവിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവസത്തിൽ നാം നിഷ്കളങ്കരും നിർമ്മലരുമായി നിൽക്കണം. ആവർത്തിക്കട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ജീവിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവസത്തിൽ നാം നിർമ്മലരും നിഷ്കളങ്കരുമായി തീരുക. ആ വാക്യത്തിലേക്ക് അവിടെ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു എന്ന വാക്കിന് പ്രിഫിക്സ് ചെയ്തിരിക്കുന്ന 2 പദങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യജമാനൻ, യജമാനൻ. ആമേൻ, ദ ലോർഡ്. ആമേൻ. അവിടെ പൗലോസ് പറയുകയാണ്, നമ്മൾ വിളിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടായ്മ നമ്മുടെ സ്നേഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ എന്നാണോ പറഞ്ഞത്? അല്ല. നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. നമ്മളുടെ യജമാനനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്. അപ്പോൾ ഈ കൂട്ടായ്മ ഒരു യജമാനൻ്റെതാണ്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു ഉടയവനുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു മാസ്റ്റർ ഉണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു അധികാരിയുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു ഉടയവനുണ്ട്. ഇന്ന് പകൽ കൂട്ടായ്മയ്ക്കകത്തിരിക്കുന്നവൻ പറഞ്ഞാട്ടെ, എനിക്കൊരു ഉടയവനുണ്ട്, എനിക്കൊരു യജമാനനുണ്ട്, എനിക്കൊരു മാസ്റ്റർ ഉണ്ട്. ഹോലി 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 ഹോലി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ ജീവിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ദിനത്തിൽ നാം കറയും കളങ്കവും ഇല്ലാത്തവരായി തേജസ്സോടെ തിരുമുൻപാകെ നിൽക്കുക. അവിടെ പറയുകയാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു, നമ്മളുടെ യജമാനനായിരിക്കുന്ന യേശു ക്രിസ്തു, നമ്മുടെ ഉടയവനായിരിക്കുന്ന യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു യജമാനനുണ്ട്. കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഓരോരുത്തരും പരസ്പരം ആരാണ്? യജമാനന്റെ നല്ല ദാസന്മാരാണ്. അങ്ങനെയെങ്കിൽ ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടുവന്ന ദൈവത്തിൻ്റെ അമേൻ, ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കുന്നത് ആരാണ്? കൂട്ടായ്മയ്ക്കകത്തിരിക്കുന്നവനാണ്. കൂട്ടായ്മയ്ക്കകത്തിരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കുന്നത്. നമ്മുടെ ഇടയിലൊക്കെ അമേൻ, സഭയിൽ നിന്ന് ചിലരൊക്കെ, നമ്മുടെ ഇടയിലല്ല, പൊതുവായി പ്രത്യേകിച്ച് മലയാള ക്രൈസ്തവരുടെ ഇടയിൽ അമേൻ, എന്തെങ്കിലും ഒരു വിഷമോ പിണക്കോ ഒക്കെ വന്നാൽ സഭായോഗത്തിന് വരാതെ സ്ട്രൈക്ക് എടുക്കും. സഭായോഗത്തിന് വരാതെ സ്ട്രൈക്ക് എടുക്കും. എന്നിട്ട് വീട്ടിൽ ഇരുന്ന് പറയുന്ന ഒരു ന്യായമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു നല്ല ഇടയനാണെങ്കിൽ എന്ത് ചെയ്യണം? കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് വീട്ടിൽ വരണം. കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് വീട്ടിൽ വരണം. ഇടയൻ ഒരിക്കലും കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലത്തില്ല. മുള്ളിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണോ
കുഴിക്കകത്ത് കിടക്കുകയാണോ എന്നൊക്കെ തപ്പിപ്പോകും. നിങ്ങളുടെ വീട് മുള്ളും കുഴിയും ഒന്നും അല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഇടയന്മാർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വീട്ടിൽ തപ്പി വരത്തില്ല. സ്തോത്രം. ഞാൻ ആ ഭാഗത്തെ വിടുകയാണ്, നമ്മുടെ വിഷയമല്ലല്ലോ, മുമ്പോട്ട് പോകാം. ഞാൻ 3 ആഴ്ച ആരാധനയ്ക്ക് വരാതിരുന്നിട്ടും എന്നെ ഒന്ന് വിളിച്ചുമില്ല, അന്വേഷിച്ചുമില്ല. അച്ചായൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, അച്ചായൻ കുഴിയിലും മുള്ളിലും ഒന്നും അല്ലായിരുന്നല്ലോ. കുഴിയിലും മുള്ളിലും ഉള്ളവരൊക്കെയാണ് ഇടയൻ തപ്പാൻ പോകുന്നത്. വീട്ടിൽ സുഖമായിട്ട് സ്ട്രൈക്ക് എടുത്ത് നിൽക്കുന്ന ആടിനെ പിടിക്കാൻ പോകത്തില്ല. അഥവാ പിടിച്ചോണ്ട് വന്നാൽ ഇടയൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിന് കൂട്ടത്തിൽ നിൽക്കാത്തതാ, ഇതിനെ വല്ല അറവുകാരനും കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അതിനെ അറക്കാൻ കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ അറക്കാൻ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഇടയന്മാർ എന്ത് ചെയ്യുമോ? അതിനെ അന്വേഷിക്കാൻ എന്ത് ചെയ്യത്തില്ല, പോവുകയില്ല. ഇത് നമ്മുടെ വിഷയമല്ല, ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞുവെന്ന് മാത്രം. എൻ്റെ സഹോദരങ്ങളെ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഈ കൂട്ടായ്മയിലേക്ക്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ ദൈവം വിളിച്ചുവെങ്കിൽ ആ കൂട്ടായ്മയിൽ എങ്ങനെ നടക്കണമെന്ന് അവിടെ പരാമർശിക്കുകയാണ്. കൊലോസ്യർ 2:6 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. എങ്ങനെ കൂട്ടായ്മയിൽ നടക്കണം? അവനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ കൈക്കൊണ്ടത്? നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ കൈക്കൊണ്ടത്? നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്തത്? എങ്ങനെയാണ് ക്രിസ്തുവിനെ റിസീവ് ചെയ്തത്? നമ്മൾ റിസീവ് ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമില്ല, ഇതിന് ഞാൻ യോഗ്യനല്ല, ഇതിന് ഞാൻ പ്രാപ്തനല്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. പാപിയായ എന്നോട്, ഏഴയായ എന്നോട്, ദരിദ്രനായ എന്നോട് സ്വർഗം കരുണ കാണിച്ചല്ലോ. അങ്ങനെയല്ലേ നമ്മൾ യേശു ക്രിസ്തുവിനെ റിസീവ് ചെയ്തത്? അങ്ങനെ റിസീവ് ചെയ്തുവെങ്കിൽ അവൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത്? ഈ കൂട്ടായ്മയിൽ ദൈവം എന്നെ ആക്കിയത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ മനസ്സലിവാണ്, ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നാം അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് എങ്ങണമെങ്കിൽ ആദ്യമായി നമ്മൾ എന്ത് ചെയ്യണം? ദൈവവുമായിട്ട് കൂട്ടായ്മയുണ്ടാകണം. 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിച്ചു, അവനുമായി ഞങ്ങൾക്കുള്ള കൂട്ടായ്മ കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുമായി കൂട്ടായ്മയുണ്ടാക്കുന്നത്. വീണ്ടും അതിൻ്റെ 6-7 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 7-ാം വാക്യത്തിൽ അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയോ ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. ആമേൻ. കൂട്ടായ്മയുള്ള അവൻ എന്ത് ചെയ്യരുത്? ഇരുട്ടിൽ നടക്കരുത്. പകരം അവൻ എന്ത് ചെയ്യണം? വെളിച്ചത്തിൽ നടക്കണം. 7-ാം വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകണം. സ്തോത്രം. വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ, വെളിച്ചത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾ എന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾ എന്നെ കാണാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? ലൈറ്റ് ഓഫ് ചെയ്യും, ഇരുട്ടത്തിരിക്കും. നിങ്ങൾ എന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇരുട്ടത്തിരിക്കും. ഇനി അടുത്തത്, എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ കണ്ണടച്ച് ഞാൻ ഇരുട്ടാക്കി തീർക്കാം. അപ്പോൾ എന്നെ മറ്റൊരു മനുഷ്യൻ കാണാതെയോ മറ്റൊരു മനുഷ്യനെ ഞാൻ കാണാതെയും ഇരിക്കുന്ന അനുഭവത്തെയാണ് എന്ത് പറയുന്നത്? ഇരുട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ വേദനയെ ഞാൻ കാണാതെ ഇരുന്നാൽ, ഒരു മനുഷ്യൻ്റെ സങ്കടത്തെ ഞാൻ കണ്ടിട്ട് കണ്ണടച്ചു പോയാൽ, ഒരു മനുഷ്യൻ്റെ നിന്ദയെ ഞാൻ കണ്ടിട്ട് കണ്ണടച്ചു പോയാൽ ഞാൻ എവിടെ നടക്കുകയാണ്? ഇരുട്ടിനകത്ത് നടക്കുകയാണ്. എൻ്റെ കൂടപ്പറപ്പിൻ്റെ ദാരിദ്ര്യം കണ്ടിട്ട് ഞാനതൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞു പോയാൽ, എൻ്റെ കൂടപ്പറപ്പ്, എൻ്റെ കൂട്ടു സഹോദരങ്ങളുടെ വേദന കണ്ടിട്ട് ഞാനതൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെ നടക്കുകയാണ്? ഇരുട്ടിനകത്ത് നടക്കുകയാണ്. ആമേൻ. അപ്പോൾ ഇരുട്ടിനകത്ത് നടക്കുന്നവൻ അപരൻ്റെ സങ്കടത്തെ കാണാതെ, അപരനെ മനസ്സിലാക്കാതെ, അപരനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ, അപരൻ്റെ അവസ്ഥകളെ തിരിച്ചറിയാതെ, അവനെ ഗ്രഹിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? ഇരുട്ടിനകത്ത് നടക്കുകയാണ്. ആമേൻ. അപ്പോൾ ഒരു പരസ്പരം അറിയുന്നതാണ് എന്ത്? കൂട്ടായ്മയുടെ പ്രത്യേകത. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ. പക്ഷേ ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആമേൻ. ആർക്കും നോക്കാൻ കഴിയാത്തതായ, അടുത്തുകൂടാത്തതായ വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന വെളിച്ചം ഏതാണെന്നറിയാമോ? വിശുദ്ധിയുടെ വെളിച്ചം. പാപത്തിന്റെ ഇരുട്ടല്ല, വിശുദ്ധിയുടെ വെളിച്ചം. അപ്പൊ ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്തിരിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് വേണോ? വിശുദ്ധിയുടെ വെളിച്ചം വേണം. എങ്ങനെ ഈ വിശുദ്ധിയുടെ വെളിച്ചം ലഭിക്കുക? അവന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നീതിമാനും വിശ്വസ്തനുമായിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകി നമുക്ക് പാപമോചനവും ശുദ്ധീകരണവും നീതീകരണമോ വീണ്ടെടുപ്പും കൽപ്പിക്കുമ്പോൾ നമുക്ക് കൂട്ടായ്മയുണ്ടാകുന്നു. ഇന്നൊരു പകൽക്കാലം ഞാൻ പറയട്ടെ, മാനസാന്തരം ഉണ്ടായിട്ടില്ലെങ്കിൽ, പാപമോചനം ഉണ്ടായിട്ടില്ലെങ്കിൽ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കഴുകി ജലത്തിൽ സ്നാനം സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരുവന്റെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നില്ല? കൂട്ടായ്മ ഉണ്ടാകുന്നില്ല. അപ്പൊ കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി അവനിൽ വിശുദ്ധീകരണം ഉണ്ടാകണം. ഇനിയും കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കൂട്ടായ്മകൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയുക? നമ്മൾ എപ്പോഴും പറയും കൂട്ടായ്മ കൂട്ടായ്മ എന്ന് നമ്മൾ എപ്പോഴും പറയും. ഞാൻ 5 കൂട്ടായ്മകളെ കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. എന്താണ് നമ്മൾ പറയുന്ന ഈ കൂട്ടായ്മ? നമ്മളെന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കൂടിയിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതോ വർത്താനം പറയുന്നതും ഒരുമിച്ച് ആരാധിക്കുന്നതും അതല്ല കൂട്ടായ്മ. അതിനപ്പുറമായി കൂട്ടായ്മയ്ക്കകത്ത് മറഞ്ഞു കിടക്കുന്ന, കൂട്ടായ്മയ്ക്കകത്ത് അന്തർലീനമായി കിടക്കുന്ന ചില ദൈവിക യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത്രയും നേരം ഞാൻ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. കൂട്ടായ്മയുടെ ആഴത്തിലേക്ക് ഞാൻ കയറുകയാണ്. ആമേൻ. എന്താണ് കൂട്ടായ്മ? കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖന അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ, 1 കൊരിന്ത്യർ 10:16 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അടുത്ത ഭാഗം, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അവിടെ 2 കൂട്ടായ്മയെ കുറിച്ച് പറയുകയാണ്. 1 രക്തത്തിൻ്റെ കൂട്ടായ്മ, 2 അപ്പത്തിൻ്റെ കൂട്ടായ്മ. പക്ഷേ തിരുമേശയിൽ അല്ലെങ്കിൽ പെസഹയിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആദ്യം ചെയ്യുന്നത് അപ്പം നുറുക്കുക. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? രക്തം കൊടുക്കുന്നത്. അപ്പോൾ അപ്പം നുറുക്കുന്ന ആദ്യത്തെ അനുഭവം പറയുകയാണ്, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അത് ഞാൻ സാവകാശം എടുക്കാം. എന്നാൽ അതിന് മുകളിൽ പറയുകയാണ്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പൊ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് 2 കൂട്ടായ്മകളുണ്ട്. 1 അപ്പത്തിൻ്റെ കൂട്ടായ്മ, 2 രക്തത്തിൻ്റെ കൂട്ടായ്മ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, 1 അപ്പത്തിൻ്റെ കൂട്ടായ്മ, 2 രക്തത്തിൻ്റെ കൂട്ടായ്മ. അപ്പത്തിൻ്റെ കൂട്ടായ്മയിൽ എന്ത് സംഭവിക്കും? അപ്പത്തിൻ്റെ കൂട്ടായ്മയിൽ എന്ത് സംഭവിക്കും? ഒരു നുറുക്കപ്പെടൽ സംഭവിക്കുക. അപ്പത്തിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് ഒരു നുറുക്കപ്പെടൽ സംഭവിക്കുക. എന്നാൽ രക്തത്തിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് എന്ത് സംഭവിക്കോ? ഒരു അനുഗ്രഹം സംഭവിക്കാം. ഹോളി സ്പിരിറ്റ്, ഇന്ന് പകൽ നീ അറിയണം, അപ്പത്തിൻ്റെ കൂട്ടായ്മ നുറുക്കപ്പെടലാണെങ്കിൽ രക്തത്തിൻ്റെ കൂട്ടായ്മ അതൊരു അനുഗ്രഹിക്കപ്പെടലാണ്. ആമേൻ. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വരുന്ന നുറുക്കപ്പെടലുകൾ ഉണ്ടെങ്കിൽ ഒരു രക്തം ചൊരിഞ്ഞ അനുഗ്രഹിക്കപ്പെടലുമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ 5 അപ്പം കയ്യിലെടുത്തു, 5 അപ്പം 2 മീനും അവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്തോത്രം ചൊല്ലി നുറുക്കി വാഴ്ത്തി നുറുക്കി അതിനെ വർദ്ധിപ്പിക്കുവാൻ ആരംഭിച്ചു. ഇന്ന് പകൽ നീ അറിയണോ, നീ ദൈവാലയത്തിൽ കടന്നു വന്ന്, നീ ദൈവവേലയിൽ കടന്നു വന്ന്, നീ ദൈവസഭയിൽ കടന്നു വന്നോ, നിനക്കൊരു കൂട്ടായ്മ ലഭിച്ചു. അത് അപ്പത്തിന്റെ കൂട്ടായ്മയാണ്. നീ നുറുക്കപ്പെടാൻ തുടങ്ങി, നീ വലിച്ചു കീറപ്പെടാൻ തുടങ്ങി, നീ അറുക്കപ്പെടാൻ തുടങ്ങി. അതവന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. പക്ഷേ ആ ശരീരത്തിന്റെ കൂട്ടായ്മയ്ക്കപ്പുറം നുറുക്കപ്പെട്ട ശരീരത്തിനകത്തു നിന്ന് ഒഴുക്കപ്പെടുന്ന ഒരു രക്തമുണ്ട്. അത് അനുഗ്രഹത്തിന്റെ രക്തമാണ്. You have a suffering in the Christian life, but beyond that there is a blessing in Christian life. നീ
നുറുക്കപ്പെടലിന്റെ കൂട്ടായ്മ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു അനുഗ്രഹത്തിന്റെ കൂട്ടായ്മയുമുണ്ട്. നുറുക്കപ്പെട്ട് ഒതുങ്ങുന്നതല്ല ക്രിസ്തീയ ജീവിതം. ആമേൻ. എല്ലാ നാളും ക്രിസ്ത്യൻ ലൈഫിനകത്ത് ബ്രോക്കൺനെസ് മാത്രമാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ആയുസ് മുഴുവൻ ബ്രോക്കൺനെസ്, ആയുസ് മുഴുവൻ ബ്രോക്കൺനെസ്. ആമേൻ. കുടുംബത്തിൽ ബ്രോക്കൺനെസ്, ജോലിയിൽ ബ്രോക്കൺനെസ്, സൊസൈറ്റിയിൽ ബ്രോക്കൺനെസ്, പേഴ്സണൽ ലൈഫിൽ ബ്രോക്കൺനെസ്. എല്ലാ കാലവും എല്ലാ നാളും ആയുസിന്റെ എല്ലാ നാളും ബ്രോക്കൺനെസ് മാത്രമെന്ന് ആമേൻ ആരാ നിന്നോട് പറഞ്ഞത്? ഇല്ല. ബ്രോക്കൺനെസ് അപ്പത്തിന്റെ കൂട്ടായ്മയാണെങ്കിൽ നിനക്കൊരു ആമേൻ ഫെലോഷിപ്പ്, എ കമ്മ്യൂണിയൻ ഓഫ് ബ്ലെസ്സിംഗ് അതുണ്ട്. ഇന്ന് പകൽ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ നോക്കി പറ, ഇത് നുറുക്കപ്പെടുന്ന അപ്പത്തിന്റെ കൂട്ടായ്മയാണെങ്കിൽ അതിനപ്പുറം Holy Spirit, Holy Spirit, Rekhamahasiala, Adenia Rahasoria. അവന്റെ കൂട്ടായ്മ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. ഇന്ന് പകൽ ദൈവം വിളിച്ച് നിന്നെ കൂട്ടായ്മയിൽ കൊണ്ടുവന്നത് നിന്നെ അനുഗ്രഹിക്കുവാനാണ്. If you are in the communion of blood, no more curses in your life. ഇന്ന് പകൽ കാലം രക്തത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നത് ഒരു ശാപം പേറുവാനല്ല, but to be blessed. Break the clutches of curses, break the yokes of curses. Namarama Saba Pravarthani, ശാപ ശക്തികളെ കൊടഞ്ഞുകള, ശാപമുഖങ്ങളെ കൊടഞ്ഞുകള. ഒരു ശാപവും ഇനി ഉണ്ടാകയില്ല. Rakenia, beyond brokenness, beyond brokenness, you are a blessed cup, a cup of blessing filled with the blood. Yathana thana thana, hina thana thana, udana mara hathana me, Prabhos. കപ്പേ, ഹേയ് പാനപാത്രമേ, നീ എങ്ങനെ അനുഗ്രഹത്തിന്റെ പാനപാത്രമായി തീർന്നു? ആ പാനപാത്രം പറയും, ഞാൻ അനുഗ്രഹത്തിന്റെ പാനപാത്രം എന്ന് വിളിക്കപ്പെടുവാൻ എന്നിൽ ഒരു യോഗ്യതയുമില്ല. എന്നെ പണിത വെള്ളിയോ പൊന്നോ മണ്ണോ ഒന്നുമല്ല എന്നെ അനുഗ്രഹമാക്കി പാത്രമാക്കി തീർത്തത്. പകരം എൻ്റെ അകത്ത് യേശുവിൻ്റെ രക്തം പകരപ്പെട്ടപ്പോൾ ഞാൻ ഒരു അനുഗ്രഹത്തിൻ്റെ പാനപാത്രമായി തീർന്നു. ഓ, ഇന്ന് പകൽ be filled with the blood of Christ, be filled with the blood of Christ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില പാത്രങ്ങൾക്കകത്ത് Thank you, Master. Thank you, Master. Thank you, Master. Yeshua. 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 ചില പാത്രങ്ങളിൽ രക്തം പകരപ്പെടട്ടെ. പാത്രങ്ങളിൽ രക്തം പകരപ്പെടട്ടെ. ശൂന്യ പാത്രങ്ങളിൽ രക്തം പകരപ്പെടട്ടെ. നിന്ന പാത്രങ്ങളിൽ രക്തം പകരപ്പെടട്ടെ. അപമാന പാത്രങ്ങളിൽ രക്തം പകരപ്പെടട്ടെ. ഓ, വെറുക്കപ്പെട്ട പാത്രങ്ങളിൽ രക്തം പകരപ്പെടട്ടെ. വക്കൊടിഞ്ഞെന്ന് പറഞ്ഞ പാത്രങ്ങളിൽ, ചീത്തയായെന്ന് പറഞ്ഞ പാത്രങ്ങളിൽ രക്തം പകരപ്പെടട്ടെ. Be filled with the blood of Ramashaba. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ. Uri bibi babosh. പാത്രമേതുമാകട്ടെ, ആ പാത്രം അനുഗ്രഹമായി മാറപ്പെടും. നിന്ന പാത്രമേ നീ അനുഗ്രഹമാകും. തള്ളപ്പെട്ട പാത്രമേ നീ അനുഗ്രഹമായി മാറ്റപ്പെടും. You may be a cup of rejection, you may be a cup of humiliation, but this morning you are declared as a cup of blessing.
How it happened? ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ കപ്പിനകത്ത് അവൻ്റെ രക്തത്തെ പകർന്നു. ഈ കപ്പിനകത്ത് അവൻ്റെ രക്തത്തെ പകർന്നു. ഇന്ന് പകൽ അതരം തുറന്ന് കരമുയർത്തി പറ, ഞാനൊരു അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. ഞാനൊരു അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. I am the cup of blessing. 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 Jesus. Jesus. Amen. ഈ രക്തത്തിൻ്റെ കൂട്ടായ്മയുടെ മഹത്വത്തെ അറിയണമെങ്കിൽ നമ്മൾ സ്വർഗത്തിലെ ആരാധനയിലേക്ക് കടന്നു പോകണം. സ്വർഗത്തിലെ ആരാധന. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്വർഗീയ ആരാധനയെ നമുക്ക് കാണുവാൻ കഴിയും. ആ സ്വർഗീയ ആരാധന ഇങ്ങനെയാണ് പറയുന്നത്: പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ രക്തം ഒരു മനുഷ്യന്റെ എന്ത് ചെയ്തെന്നറിയാമോ? രക്തം ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി മാറ്റി. രക്തം ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി മാറ്റി. രക്തത്താൽ ഇവൻ വിലക്കെടുക്കപ്പെടുന്നതിന് മുന്നമേ ഇവൻ അറിയപ്പെട്ടത് ഏത് കാര്യത്തിലാണെന്നറിയാമോ? അവൻ്റെ ജാതി കൊണ്ടാണ് അവൻ അറിയപ്പെട്ടത്. അവൻ്റെ ഗോത്രം കൊണ്ടാണ് അവൻ അറിയപ്പെട്ടത്. അവൻ്റെ ഭാഷയും അവൻ്റെ വംശവുമായിരുന്നു അവനെ റിക്കഗ്നൈസ് ചെയ്യാൻ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. എന്തായിരുന്നു? അവനെ റിക്കഗ്നൈസ് ചെയ്യാൻ അവൻ്റെ കാസ്റ്റും ക്രീഡും അവൻ്റെ എത്നിസിറ്റിയും ഒക്കെ ആയിരുന്നു അവൻ്റെ ഐഡന്റിറ്റി. പക്ഷേ അവനെ രക്തം കൊണ്ട് വിലക്കെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ഐഡന്റിറ്റി എന്താണെന്നറിയാമോ? അവൻ്റെ ഐഡന്റിറ്റി അവൻ ദൈവത്തിനുള്ളവൻ എന്നുള്ളത്. ദ പ്രോപ്പർട്ടി ഓഫ് ഗോഡ്, ദ പൊസഷൻ ഓഫ് ഗോഡ്. അവൻ്റെ കാസ്റ്റും ക്രീഡും എത്നിസിറ്റി നാഷണാലിറ്റി ഇത് മുഴുവനും എന്തായി തീർന്നെന്നറിയാമോ? അതിനെ നള്ളിഫൈ ചെയ്തിട്ട് അവൻ്റെ യേശുവിൻ്റെ രക്തം അവനൊരു അവകാശം കൊടുത്തു. ഇവൻ ദൈവത്തിൻ്റെ വകയാണ്. ഇവൻ ദൈവത്തിൻ്റെ വകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വകയാണെന്ന് പറയുക മാത്രമല്ല, അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ അവർക്കൊരു ഒരു ഐഡന്റിറ്റി കൊടുത്തു. ഭൂമിയിൽ അവർക്കൊരു ഐഡന്റിറ്റി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നുവെന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പോ ദൈവത്തിനുള്ളവരെന്നുള്ളൊരു ഐഡന്റിറ്റിക്ക് അപ്പുറമായിട്ട് ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി നൽകുകയാണ്. എത്നിസിറ്റി അല്ല, അവൻ്റെ വംശമല്ല, അവൻ്റെ ഭാഷയല്ല, അവൻ്റെ ജാതിയല്ല, അവൻ്റെ മതമല്ല. അവന് രക്തം ഒരു പുതിയ ഐഡന്റിറ്റി കൊടുത്തു. രാജാക്കന്മാരും പുരോഹിതന്മാരും. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ എൻ്റെ ജാതിയെ പറിച്ചു കളഞ്ഞോ, എൻ്റെ കുലത്തെ പറിച്ചു കളഞ്ഞോ, എൻ്റെ ഭാഷയെ പറിച്ചു കളഞ്ഞോ. പകരം ഞാൻ ഇന്ന് യേശുവിൻ്റെ രക്തത്താൽ രാജാവും പുരോഹിതനുമെന്ന്. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നും നീ നിന്റെ ജാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നിനക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തില്ല. കാരണം നീ യേശുവിൻ്റെ രക്തത്തിനകത്ത് വിലക്കെടുക്കപ്പെട്ടിട്ടില്ല. ജാതിയുടെ ഇൻഫീരിയോറിറ്റിയും മനുഷ്യനെ തുടരുത്. ജാതിയുടെ സുപ്പീരിയോറിറ്റിയും മനുഷ്യനെ തുടരുത്. ഞാൻ ആവർത്തിക്കട്ടെ, ജാതിയുടെ ഇൻഫീരിയോറിറ്റിയും മനുഷ്യനെ തുടരുത്. ജാതിയുടെ സുപ്പീരിയോറിറ്റിയും മനുഷ്യനെ തുടരുത്. ഞാൻ മുൻപോട്ട് പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. 2 പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ കൂട്ടായ്മ ഏതായിരുന്നു? രക്തത്തിൻ്റെ കൂട്ടായ്മ. അടുത്ത കൂട്ടായ്മ ഏതാണ്? പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. രക്തത്തിൻ്റെ കൂട്ടായ്മ എന്താണ് പ്രത്യേകത? എന്താണ്? നമ്മൾ ഒരു അനുഗ്രഹപാത്രമായി മാറ്റപ്പെട്ടോ. ഞാൻ 5 ഭാഗമേ പറയത്തുള്ളൂ. അതിനെ മനഃപ്പാടമാക്കിക്കൊണ്ട് നമ്മുടെ മടങ്ങിപ്പോകണം. രക്തത്തിൻ്റെ കൂട്ടായ്മ നമ്മളെ അനുഗ്രഹമാക്കി
തീർത്തോ? 2 പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു സഭയ്ക്കകത്ത് എല്ലാവർക്കും ആത്മാവിൻ്റെ കൂട്ടായ്മ ഉണ്ടാകത്തില്ല. ആമേൻ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായ അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, ആമേൻ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, ആമേൻ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. എന്നിട്ട് 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി. 1-ാം വാക്യത്തിൽ പറയുന്നു ആത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നു, ഫെലോഷിപ്പ് ഓഫ് ദ സ്പിരിറ്റ്. 2-ാം വാക്യത്തിൽ പറയുന്നു ഏക മനസ്സ് എന്ന് പറയുന്നു, വൺ മൈൻഡഡ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ആമേൻ, മൈൻഡിൻ്റെ യൂണിറ്റി അല്ല എന്ത്? സ്പിരിറ്റിൻ്റെ ഫെലോഷിപ്പ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മാനസിക ഐക്യമല്ല ആത്മാവിൻ്റെ കൂട്ടായ്മ. അങ്ങനെയാണെങ്കിൽ ഈ 2 വാക്യത്തിൽ 2ആയിട്ട് പറയണോ? 1-ാം വാക്യത്തിൽ പറയുകയാണ് ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, 2-ാം വാക്യത്തിൽ പറയുകയാണ് മാനസിക ഐക്യമുണ്ടെങ്കിൽ. ഒരു സഭയ്ക്കകത്ത് മനപ്പൊരുത്തമുള്ള ഒരേ കൂട്ടര് കാണും, പക്ഷേ അത് ആത്മാവിൻ്റെ ഐക്യമാണോ? അല്ല. ആത്മാവിൻ്റെ ഐക്യം എന്താണെന്ന് ഞാൻ കടന്നു വരാം. അപ്പം നമുക്ക് മനപ്പൊരുത്തത്തെക്കാട്ടിലും പ്രഥമമായി വേണ്ടത് എന്താണ്? ആത്മാവിൻ്റെ ഐക്യമാണ്. എന്നിട്ട് 2-ാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട്. സ്നേഹത്തിൽ ഐക്യത, മാനസിക ഐക്യത, ആത്മാവിൻ്റെ കൂട്ടായ്മ. ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. അപ്പോൾ സന്തോഷത്തിൻ്റെ തികവിന്, ഒരു ഫുൾനെസ് ഓഫ് ജോയ്, ഒരു സന്തോഷത്തിൻ്റെ നിറവിന് ഒരു മനുഷ്യനകത്ത് എന്തുണ്ടാകണം? ആത്മാവിൻ്റെ കൂട്ടായ്മയുണ്ടാകണം. എന്താണ് ആത്മാവിൻ്റെ കൂട്ടായ്മ? പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് ആഴമേറിയ മനോഹരമായിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ഒരു ഭാഗമാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം എന്താണ്? ആത്മാവിൻ്റെ കൂട്ടായ്മ. ആത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കൊലോസ്യ ലേഖനം പൗലോസ് എഴുതുന്നത് റോമിലുള്ള വീട്ടുതടങ്കലിൽ വെച്ചാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അരിസ്തർഹോസ് എന്ന സഹതടവുകാരനോടുകൂടെ താൻ ഇരിക്കുന്നതിനെ 4-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അപ്പം കൊലോസ്യ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാനിപ്പോൾ റോമിലെ വീട്ടുതടങ്കലിൽ അടയപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ തന്നെ എഴുതുകയാണ്, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ഞാൻ പറയാം, ഇന്നത്തെ കാലത്താണെങ്കിൽ പറഞ്ഞേനെ പാസ്റ്റർ സൂമിൽ കൂടെ കണ്ടതാ, പാസ്റ്റർ ലൈവ് കണ്ടതാ എന്നൊക്കെ പറയാം. പക്ഷെ പൗലോസിന് അന്ന് സൂമുണ്ടോ? ഇല്ല. പൗലോസിന് ലൈവ് ഉണ്ടോ? ഇല്ല. പകരം വീട്ടുതടങ്കലിൽ ഇരിക്കുന്ന പൗലോസ് പറയുകയാണ്, ആമേൻ, നിങ്ങളുടെ ഡിസിപ്ലിനും നിങ്ങളുടെ ഓർഡർ ഓഫ് സർവീസും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും ഞാൻ എന്തോ ചെയ്തെന്നാ പറഞ്ഞത്? കേട്ടെന്നാണോ പറഞ്ഞത്? കേട്ടെന്നാണെങ്കിൽ പറയായിരുന്നു, ആരെങ്കിലും ചെന്ന് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തതാ. പക്ഷെ ഇത് കേട്ടതല്ല. പുള്ളിക്കാരൻ പറയുകയാണ്, ഞാൻ എന്തു ചെയ്തോ? ഞാൻ കണ്ടുവെന്ന്. റോമിലെ കാരാഗ്രഹത്തിലിരിക്കുന്ന മനുഷ്യൻ കൊലോസിയിലെ സഭയിൽ നടക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി? കാണാൻ തുടങ്ങി. ഇതാണ് ഒരു സ്പിരിറ്റ് ഫെലോഷിപ്പ്. ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ ചില ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടട്ടെ. ആത്മതലത്തിൽ ചില ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്ത് ചില കൂട്ടായ്മകൾ സ്ഥാപിക്കപ്പെടട്ടെ. അതിന് ശരീരം കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ശരീരം റോമിലിരിക്കുമ്പോൾ പൗലോസ് കൊലോസിയിലുള്ള കാര്യങ്ങളെ കാണുകയാണ്. അതാണ് സ്പിരിച്വൽ, ഒരു സ്പിരിറ്റ് ഫെലോഷിപ്പ്. സ്പിരിച്വൽ അല്ല, സ്പിരിറ്റ് ഫെലോഷിപ്പ്. എൻ്റെ സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ എലീശയും ഗേഹസിയും തമ്മിലുള്ള സുപരിചിതമായിരിക്കുന്ന വിഷയമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ ആമേൻ, ഗേഹസിയുടെ അടുക്കൽ എലീശ ചോദിക്കുക, ഗേഹസിയെ, നീ എവിടെ പോയേക്കുമായിരുന്നു എന്ന്. ഗേഹസി പറഞ്ഞു, ഞാനെങ്ങും പോയില്ല, ഞാൻ അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ
ചോദിക്കുന്ന ഒരു ചോദ്യ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? എൻ്റെ സഹോദരങ്ങളെ, അമ്മേ, എലീശ പറയുകയാണ്, അമ്മേ, നീ നയമാനെ കാണാൻ പോയോ? അതൊന്നും ഒറ്റ ചോദ്യമില്ല, കറക്റ്റായിട്ട് സ്പോട്ട് അതുപോലെ പിടിച്ചിട്ട് ആ പുരുഷൻ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ ഇല്ലായിരുന്നോ? അപ്പൊ എലീശ ഗേഹസിയുടെ അടുക്ക് പറയാ, ഗേഹസി, നിന്നെ കണ്ടോണ്ട് അവൻ വണ്ടി നിർത്തി ഇറങ്ങി, അമേ, നിന്നെ വന്ന് എതിരേൽക്കുന്നത് നിന്റെ രണ്ട്, അമേ, ജഡത്തിന്റെ കണ്ണുകൾ കണ്ടതുപോലെ എൻ്റെ ആത്മാവിന്റെ കണ്ണുകൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അതിനകത്തിരിക്കുന്ന ഓരോ അപ്പനോടും അമ്മയോടും പറയുന്നു, കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്ന മുന്നമേ അവനുമായിട്ടൊരു സ്പിരിറ്റ് ഫെലോഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടേ വിടാവൂ. പ്രവാചകൻ പറയാ, ഗേഹസിയെ, അമേൻ, നീ എന്തെങ്കിലും മേടിച്ചോ, നീ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ, നിന്റെ മുഖഭാവം കണ്ടിട്ട് എന്തോ ഒരു കുഴപ്പം ഉണ്ടാകുന്നല്ലോ, എനിക്ക് ദൈവം വെളിപ്പെടുത്തി. ഇതൊന്നുമല്ല എലീശ പറയുന്നത്, ദൈവം വെളിപ്പെടുത്തി എന്നല്ല പറഞ്ഞത്, ഞാൻ സ്പിരിറ്റിൽ നീയുമായി കണക്റ്റഡ് ആയിരുന്നു, എനിക്ക് സ്പിരിറ്റിൽ നീയുമായി ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അവിടെ നടന്ന സംഭവം അതുപോലെ അറ്റ് ദ റൈറ്റ് ടൈം ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യു വെയർ അണ്ടർ സർവൈലൻസ്. ഇന്ന് പകൽ നീ തിരിച്ചറിയണോ, ആത്മമണ്ഡലത്തിൽ ചലിച്ച് ആത്മാവിന്റെ കൂട്ടായ്മയ്ക്കകത്തൊരുത്തൻ കയറിയാൽ, ആമേൻ, ആമേൻ, സംഗതികൾ നിന്റെ സർവൈലൻസിനകത്ത് വരും. എലീശ ഗേഹസിയുടെ അടുക്ക് പറഞ്ഞു, ഞാൻ കണ്ടു. പക്ഷേ ഗേഹസിക്ക് പരിമിതി ഉണ്ടായിരുന്നു. ഗേഹസിക്ക് കണ്ടോണ്ടിരിക്കാനേ പറ്റിയുള്ളൂ. ഗേഹസിക്ക് തടയാൻ പറ്റിയോ? ഗേഹസി ഇത് കണ്ടിട്ട് എലീശയ്ക്ക് തടയാൻ കഴിഞ്ഞില്ല. എലീശ ഇത് എന്ത് ചെയ്യുക? കണ്ടുകൊണ്ടിരിക്കുക. എലീശ തന്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് എന്ത് സംഭവിച്ചു കാണും? നീറി. സ്പിരിറ്റ് ഫെലോഷിപ്പ് തന്നെ ഒരു അഗാധ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയി. തൻ്റെ അകത്ത് കിടന്ന ചങ്ക് പൊട്ടുകയാണ്. അതായിരുന്നു ഓൾഡ് ടെസ്റ്റമെന്റ് അനോയിന്റിങ്ങിന്റെ ലെവൽ. കാണാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിങ്കൽ, 1-ാം വാക്യം 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിങ്കൽ കൊരിന്ത്യ സഭയിൽ ഒരു ദുർനടപ്പ് സംഭവിക്കുകയാണ്. കൊരിന്ത്യ സഭയിൽ ഒരു ദുർനടപ്പ് സംഭവിക്കുന്നു. എന്നിട്ട് ഈ ദുർനടപ്പ് നടക്കുന്നവനെ സഭയിൽ അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. അവർക്ക് അവൻ അവിടെ കൂടുന്നതിലും ആരാധിക്കുന്നതിലും ഇവർക്ക് എന്ത് ചെയ്യില്ലെന്നറിയാമോ? 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2-ാം വാക്യം പറയുകയാണ്, ആമേൻ, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ദുഃഖിച്ചിട്ടില്ല. അവനെ നീക്കാൻ തക്കവണ്ണം നിങ്ങൾ കമ്മിറ്റി കൂടിയില്ല എന്നുള്ളതല്ല പ്രശ്നം. നീക്കാൻ തക്കവണ്ണം, ദൈവമേ, ഇവനൊക്കെ ഞങ്ങളുടെ സഭയെ കയറി വരുന്നല്ലോ, ഇവനൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നല്ലോ, ഞങ്ങളുടെ സഭയുടെ മൂല്യം നഷ്ടപ്പെടുന്നല്ലോ എന്ന് ഒരു സങ്കടം പോലും നിനക്കെന്തോ ഉണ്ടായില്ല? ഈ സങ്കടം ഉണ്ടായില്ലെന്ന് പൗലോസ് അറിയുകയാണ്. എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി. ആമേൻ. ഈ വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ അകത്ത് കൂടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആത്മാവിൻ്റെ ഐക്യത ഉളവാക്കുവാൻ. അപ്പൊ പൗലോസ് പറയുകയാണ്, ഞാൻ ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി. അപ്പൊ ആത്മാവിൻ്റെ ഐക്യത ഒരു മനുഷ്യനെ എനേബിൾ ചെയ്യുക. ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ കുറ്റിക്കാട്ടിൽ കിടക്കുന്ന മനുഷ്യന് സിംഗപ്പൂരിലിരിക്കുന്ന മനുഷ്യനുമായിട്ട് സ്പിരിറ്റിൽ എന്ത് ചെയ്യാൻ കഴിയുക? കണക്റ്റ് ആകാൻ കഴിയുക. ഏഷ്യയിലിരിക്കുന്ന മനുഷ്യന് യൂറോപ്പിലും അമേരിക്കയിലും ഇരിക്കുന്ന മനുഷ്യനായി, ആർട്ടിക്കയിലും ആഫ്രിക്കയിലും ഇരിക്കുന്ന മനുഷ്യനുമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുക? ആമേൻ, കൂടെ ഇരിക്കാൻ കഴിയുക. എന്നിട്ട് പൗലോസ് അടുത്തതായിട്ട് പറയുകയാണ്, ആമേൻ, ഞാൻ സ്പിരിറ്റിൽ നിങ്ങളുടെ അടുക്കൽ വരും. അടുത്തത്, ആമേൻ, അടുത്ത ഭാഗം പറഞ്ഞോ, ഞാൻ നിങ്ങളുടെ
നടുവിൽ ഇരിക്കും. ആമേൻ. ഞാൻ നടുവിൽ ഇരിക്കാം. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ സഭയുടെ നടുക്കാരായിരിക്കും ഇരിക്കുന്നതെന്നറിയാമോ? ഈ മൈക്കും സെറ്റപ്പും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജനം ഇങ്ങനെ വട്ടം ഇരിക്കും. ആമേൻ. പ്രസംഗിക്കുന്നവൻ അല്ലെങ്കിൽ ആ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്നവൻ എവിടെ നിൽക്കും? നടുവിൽ നിൽക്കുക. അപ്പൊ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ എൻ്റെ സ്പിരിറ്റ് അതോറിറ്റി അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിൽക്കുക. ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് അടുത്ത 4-ാം വാക്യത്തിലേക്ക് വന്നേ. 4-ാം വാക്യ, നിങ്ങളും എൻ്റെ ആത്മാവ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട്. ആമേൻ, ആമേൻ, ആമേൻ. ആ വാക്യം മുഴുവനും അങ്ങ് വായിച്ചു വിടാം. ആമേൻ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ജീസസ്. നമുക്കിത് ചെയ്യാമെന്നല്ല പൗലോസ് പറഞ്ഞത്. പൗലോസ് പറയുകയാണ്, ആമേൻ, നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ ഐക്യപ്പെട്ട് നിന്ന ആ സമയത്ത്, നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് നിന്ന സമയത്ത് എനിക്കവിടെ വരാൻ കഴിഞ്ഞില്ല. ഞാനിവിടെ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ സ്പിരിറ്റിൽ നിങ്ങളുടെ അടുക്കലെത്തി. നിങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ലീഡിങ് ഞാൻ സ്പിരിറ്റിൽ ഏറ്റെടുത്തോ. മീറ്റിങ്ങിൻ്റെ ലീഡിങ് ഞാൻ സ്പിരിറ്റിൽ ഏറ്റെടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ജഡ്ജ് ചെയ്തോ. യെസ്, ആമേൻ. അതിൻ്റെ മുകൾ വാക്യത്തിൽ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ആമേൻ. ഓൾറെഡി ജഡ്ജ്ഡ്. ആമേൻ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് 3-ാം വാക്യത്തിൽ. ആമേൻ. ആബ്സെന്റ് ഇൻ ബോഡി പ്രസന്റ് ഇൻ സ്പിരിറ്റ് ഹാവ് ജഡ്ജ്ഡ് ഓൾറെഡി. ആമേൻ, ആമേൻ. നിങ്ങൾ അവിടെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ നിങ്ങളുടെ ആരാധനയുടെ നടുവിലിറങ്ങി നിന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനകത്ത്, അഭിഷേകത്തിൻ്റെ ശക്തിക്കകത്ത് ഞാൻ കണക്റ്റായിട്ട് ഞാൻ അവൻ്റെ മേളിൽ ഒരു വിധിയിട്ടോ. ആമേൻ. ജഡം സംഹരിക്കപ്പെട്ടു പോകട്ടെ എന്ന് ഞാൻ അവിടെ നിന്ന് വിധിച്ചെന്ന്. എൻ്റെ സഹോദരങ്ങളെ, അമേൻ, അമേൻ, അമേൻ. ഒരു വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി ഫ്ലൈറ്റ് പിടിച്ച് കയറിപ്പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അമേൻ. നിന്നെ കെട്ടിയടച്ച് പാതാളത്തിനകത്ത് ഒതുക്കിയിട്ടാൽ, അമേൻ, നിന്റെ ആത്മാവിനെ ബന്ധിക്കാൻ കഴിയത്തില്ല. അമേൻ. നിന്നെ ആ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഒരാത്മാവിന്റെ കൂട്ടായ്മ ചിലരിലേക്ക് പകരുന്നു. To travel in spirit, to be connected in spirit, to be present in spirit where you are absent in body. ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ആമേൻ. കാരണം ഇത് കിൻഡർ ഗാർട്ടൻ മെസ്സേജ് അല്ല. സ്പിരിറ്റ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ wherever you are absent in body, you can be present there in spirit. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാള് ദൂരെ ഒന്നും പോണ്ട, എറണാകുളം ആസ്റ്റർ ലൈസ്യുവിൽ കിടക്കുവാണെന്നിരിക്കട്ടെ. നിങ്ങൾ പോയി വാതിക്ക് നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ 1 മിനിറ്റ് തരാമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നോ. നീ ഇവിടെ ഇരുന്ന് നിന്റെ ആത്മാവിൽ ആ മനുഷ്യൻ നിൽക്കുന്ന ഇടത്തേക്ക് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആമേൻ. ഇന്ന് പകൽ എവിടെയാണോ നിനക്കൊരു നിയോഗം കിടക്കുന്നത്, go there in spirit. രാജ്യങ്ങൾക്കപ്പുറം ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു അഭിഷേകം, ദേശങ്ങൾക്കപ്പുറം ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു അഭിഷേകം. ദൈവശക്തി തൊടട്ടെ, ഒരു അഭിഷേകം നിന്നെ തൊടട്ടെ.
കുഞ്ഞുങ്ങളുടെ അടുക്കലൊക്കെ ഞാൻ പറയാം, നിങ്ങൾ ഓസ്ട്രേലിയയോ ജർമ്മനിയോ US-ഓ യൂറോപ്പോ ഒക്കെ എവിടെയെങ്കിലും പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. നീ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നമേ, നിന്റെ പാസ്പോർട്ടിൽ വിസ അടിക്കുന്നതിന് മുന്നമേ, ആമേൻ, ബി ഇൻ ഫാസ്റ്റിംഗ്. നിന്റെ മുറിക്കകത്ത് പായ വിരിച്ച് കുത്തി തറയിലിരുന്ന് നീ ആത്മാവിൽ അവിടെ കടന്നു ചെന്ന്, ആത്മാവിൽ ആമേൻ അവിടെ തുറക്കേണ്ട ഡോറുകളെ ഓപ്പൺ ചെയ്ത് നീ ചെയ്യേണ്ട പ്രവർത്തികളെ പെട്ടിയെടുത്തു നീ വെറുതെ കയറി പോകരുത്. Go in spirit. Even when your body is here, let your spirit be present there. Ebolo hortoni meheteria, ribosh meheteria. Ibal hari harakatari. Jesus. ഞങ്ങളൊക്കെ എവിടെയെങ്കിലും ഒരു രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുന്നമേ ഇടമുറികളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരു സ്റ്റേജ് കാണിക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരു ഓഡിറ്റോറിയം കാണിക്കും. പരിശുദ്ധാത്മാവ് ആമേൻ അവിടെ ഇരിക്കുന്ന 1000 കസേരകളിൽ ചില കസേരകളിൽ ഒരു പ്രത്യേക പ്രകാശത്തെ കാണിക്കും. ഞങ്ങൾ ആ പുൾപിറ്റിൽ, ആ ഓഡിറ്റോറിയത്തിൽ, ആ സ്റ്റേജിൽ കയറുമ്പോൾ ഞങ്ങൾ അന്ന് എവിടെയോ കണ്ട, ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കണ്ട the same stage, the same audience, the same person. ആ 1000 ചെയറുകൾക്കകത്ത് 1-2 ചെയറിനകത്ത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ നോട്ടീസ് ചെയ്തതുപോലെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതേ ഇടത്തു നിൽക്കുന്ന ചിലർ ഡെലിവറൻസ് ആകുന്നത്, അവരുടെ ബോണ്ടേജുകൾ ലൂസ് ചെയ്യപ്പെടുന്നത്, അത് ഞാൻ ഒരുത്തന്റെ അനുഭവമല്ല, പ്രാർത്ഥിക്കുന്ന ഓരോ അഭിഷേകന്റെ അനുഭവമാ. നിങ്ങൾ എന്താ ചിന്തിച്ചത്? ഒരു സ്റ്റേജിൽ ഞങ്ങളുടെ പേര് വിളിച്ചു കഴിയുമ്പോഴാണ് ഞങ്ങൾ അവിടെ ശുശ്രൂഷ ആരംഭിക്കുന്നതെന്നോ? ഇല്ല, ഒരു മീറ്റിങ്ങിന് ഞങ്ങൾക്ക് ഡേറ്റ് നൽകുന്ന ആ മിനിറ്റ് തുടങ്ങി ഞങ്ങൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അവിടെ തുടങ്ങി ഞങ്ങളുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ജീസസ്. ഒരിക്കലും ഒരു അഭിഷക്തൻ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ, ഒരു അഭിഷക്തൻ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ മാത്രമല്ല അവൻ ശുശ്രൂഷിക്കുന്നത്. ആ സമയത്ത് മാത്രമല്ല അറ്റാക്ക് വരുന്നത്. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, പാസ്റ്റർ പ്രസംഗിക്കാൻ കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നോ 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 അന്നേരം പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. യേശു ശിഷ്യന്മാരെ സന്ധിക്ക് നിർബന്ധിച്ച് അക്കരയ്ക്ക് അയക്കുന്നു. അവർ ഭൂതബാധിതനെ കണ്ടില്ല, ഗദരദേശത്ത് എത്തിയില്ല. ഭൂതബാധിതനെ കണ്ടപ്പോഴാണോ അവർക്ക് പോരാട്ടമുണ്ടായത്? ഗദരദേശത്ത് എത്തിയപ്പോഴാണോ പോരാട്ടമുണ്ടായത്? യാമം തീരുന്നതിന് മുമ്പേ അടി ആരംഭിച്ചു. തടാകത്തിൽ വലിയ ചുഴലിയുണ്ടായി. കാറ്റ് പടകിനെ മുക്കാൻ നിന്ന് തള്ളുകയാണ്. നാലാം യാമത്തിൽ യേശു ഫിസിക്കലി പ്രസന്റ് ആയി. പക്ഷേ 3 യാമങ്ങളിലും യേശു ആ പടകിനെ സ്പിരിറ്റിനകത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ തലമുറകൾ നിൽക്കുന്ന ഇടത്തേക്ക് നീ ആത്മാവിൽ ചലിച്ചു തുടങ്ങണം. ഇന്ന് പകൽ ഇതിനകത്ത് ചിലരുടെ അഭിഷേകം അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയോ, ചില കൊച്ചു കുഞ്ഞുങ്ങൾ യൗവനക്കാരുടെ അഭിഷേകം, you are going to be upgraded in spirit. Pramol Pramos Hatina Hatani Hima Katalamasia Pan Hatani. നിന്റെ സ്പിരിറ്റ് കോണ്ടിനെന്റുകളിലേക്ക് ട്രാവൽ ചെയ്യട്ടെ. നിന്റെ സ്പിരിറ്റ് രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യട്ടെ. ദിക്കുകളിലേക്ക് നിന്റെ സ്പിരിറ്റ് ട്രാവൽ ചെയ്യട്ടെ.
മനസ്സിലാകാൻ, ഈ സ്പിരിറ്റ് യൂണിഫിക്കേഷൻ, ഈ സ്പിരിറ്റ് കണക്ഷൻ എങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ആ വ്യക്തിയെ വഹിച്ചു പ്രാർത്ഥിച്ചു കയറുക. ആ വ്യക്തിയുടെ വിഷയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കയറുക. ആ വ്യക്തിക്ക് ഒരു പരിശുദ്ധാത്മാവിന്റെ ABCD എങ്കിലും ഉള്ള വ്യക്തിയാണെങ്കിൽ, അവൻ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും അവന്റെ അടുക്കൽ നീ ചെന്ന് നിൽക്കുന്നത് അവൻ ആത്മാവിൽ കാണും. ജീസസ്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പോലും രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, ആത്മാവിൽ അവരുടെ ചില വിഷയങ്ങളിൽ ഞാൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിന്നു. പിറ്റേന്ന് രാവിലെ അവരെ ഒന്ന് ഫോൺ ചെയ്ത് എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കണമെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മെസ്സേജ് എനിക്ക് വന്നു. ആ മെസ്സേജിനകത്ത് പറഞ്ഞത്, ഞാൻ ഇന്നലെ രാത്രി പാസ്റ്റർ എൻ്റെ വീട്ടിൽ വന്നത് ഞാൻ കണ്ടു, പാസ്റ്റർ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥന മുറിക്ക് ചുമരുകളില്ല, നിന്റെ പ്രാർത്ഥന മുറിക്ക് ചുമരുകളില്ല, നിന്റെ പ്രാർത്ഥന മുറിക്ക് ചുമരുകളില്ല. ഇന്ന് പകൽ അറിഞ്ഞാട്ടെ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലരുടെ പ്രാർത്ഥനകളിൽ ചിറകുമുളപ്പിക്കുന്നത്. Where you are absent in body, be present there in spirit. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നു. To move in spirit, to move in spirit, to move in spirit. പ്രഭു, നിന്റെ ആത്മാവ് ചിലതിനെ ദണ്ഡിപ്പിക്കട്ടെ, നിന്റെ ആത്മാവ് ചിലതിനെ ശാസിക്കട്ടെ, നിന്റെ ആത്മാവ് ചിലതിനെ ജഡ്ജ് ചെയ്യട്ടെ. Be present there where you are absent in body. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, രക്തത്തിന്റെ കൂട്ടായ്മ വേണം, അത് നമ്മളെ അനുഗ്രഹിക്കും. രണ്ട്, ആത്മാവിന്റെ കൂട്ടായ്മ വേണം, അത് നമുക്ക് ശരീരത്തിന്റെ പരിമിതിക്കപ്പുറം പ്രവർത്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. ഞാൻ പറയട്ടെ, ശരീരത്തിന്റെ പരിമിതിക്കപ്പുറം നിന്നെ പ്രാപ്തനാക്കും. ഞാൻ ആവർത്തിക്കുന്നു, കുഞ്ഞുങ്ങൾ യൗവനക്കാരുടെ അടുക്കൽ, നീ ഒരു രാജ്യത്ത്, നീ ഒരു ദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നിന്റെ കാലവിടെ കുത്തുന്നതിന് മുന്നമേ നിന്റെ സ്പിരിറ്റ് അവിടെ ചെല്ലട്ടെ. ജീസസ്. മൂന്നാമത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഫിലേമോന് ലേഖനം എഴുതുമ്പോൾ, ഫിലേമോന്റെ ലേഖനം 5-ാം വാക്യത്തിൽ പൗലോസ് ഫിലേമോന്റെ അടുക്കൽ പറയുകയാണ്, നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ, നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകണം. അപ്പം ഫെലോഷിപ്പ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുകയാണ്. വിശ്വാസത്തിന്റെ കൂട്ടായ്മ, നമുക്ക് ഒരു വിശ്വാസത്തിന്റെ കൂട്ടായ്മ ഉണ്ടാകണം. അതിൻ്റെ 6-ാം വാക്യം വിടാമെങ്കിൽ ഇംഗ്ലീഷിൽ കാണുവാൻ കഴിയും. കമ്മ്യൂണിക്കേഷൻ ഓഫ് ദൈ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ വ്യാപാരം, വിശ്വാസത്തിന്റെ കണക്ഷനുകൾ, വിശ്വാസത്തിന്റെ കൂട്ടായ്മകൾ, വിശ്വാസത്തിന്റെ ബന്ധങ്ങൾ. അപ്പോൾ 5-ാം വാക്യം തന്നെ വന്നിട്ട് വിശ്വാസത്തിന്റെ കൂട്ടായ്മ. എന്താണ് വിശ്വാസത്തിന്റെ കൂട്ടായ്മ? എൻ്റെ സഹോദരങ്ങളെ, അവിശ്വാസിയോട് ഇണയിലപ്പണ കൂടരുത്. ഇതിനെക്കാട്ടിലൊക്കെ ഡെപ്തായിട്ട് വിശ്വാസത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, രക്തത്തിന്റെ കൂട്ടായ്മ, ആത്മാവിന്റെ കൂട്ടായ്മ, വിശ്വാസത്തിന്റെ കൂട്ടായ്മ, ഇതൊക്കെ ഒരു ലിറ്ററൽ ഫെലോഷിപ്പിനെക്കാട്ടിലും ഹയർ ലെവലാണ്. ഏത്? ആമേൻ. ഈ സ്പിരിച്വൽ ഫെലോഷിപ്പുകൾ, വിശ്വാസത്തിന്റെ കൂട്ടായ്മ. വിശ്വാസത്തിന്റെ കൂട്ടായ്മ എന്താണ് എന്ന് നാം പറയണമെങ്കിൽ ഞാൻ വേഗത്തിൽ ഒരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഇസ്രായേൽ മിസ്രൈമിലെ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ അവർ കനാൻ ദേശത്തിലെത്തി.
കനാൻ ദേശത്തെ ഒറ്റുനോക്കുവാൻ തക്കവണ്ണം 12 പുരുഷന്മാർ കടന്നുപോയി. 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്ത് അവർ 2 പേർ ചുമന്ന വലിയ മുന്തിരിക്കൊലകൾ എടുത്തുകൊണ്ടുവന്നു. അവിടുത്തെ ഫലങ്ങൾ മുഴുവൻ പറക്കിക്കൊണ്ടുവന്നു. ഫലങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് മോശയുടെയും ജനത്തിൻ്റെയും മുൻപാകെ കൊണ്ടുവച്ചിട്ട് അവർ മുഴുവനും വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അവരെന്തു പറഞ്ഞെന്നറിയാമോ? ആമേൻ, നമ്മൾ അവിടെ ചെല്ലാൻ കഴിയത്തില്ല, അവിടെ രാക്ഷസ തുല്യരായ അനാഖ്യ പുത്രന്മാരെ മല്ലന്മാരെ ഞങ്ങൾ കണ്ടുവന്ന്. ഏതാണ്ട് 25 ലക്ഷം പുരുഷാരം ഒറ്റയ്ക്ക് നിന്ന് നെഗറ്റീവ് പറഞ്ഞ് കരയുമ്പോൾ തങ്ങളുടെ കൂടെ വന്ന 10 പേര് ആമേൻ ധൈര്യപ്പെട്ട് സംസാരിക്കുമ്പോൾ 14 സംഖ്യാപുസ്തകം 14 അധ്യായം അതിൻ്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി. ആമേൻ, വസ്ത്രം കീറി. ഇവർ 2 പേരും ഒരുമിച്ച് എന്ത് ചെയ്തെന്നറിയാമോ? ഇവർ തമ്മിൽ അയ്യോ നമ്മൾ അങ്ങനെ അല്ലല്ലോ കണ്ടേ, അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയല്ല. പകരം അവർ എന്ത് ചെയ്യുകയാണ്? They acted similarly. അവർ ഒരുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, വിശ്വാസത്തിന്റെ കൂട്ടായ്മയുള്ള ഒരു മനുഷ്യൻ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരുപോലെ പ്രതികരിക്കാൻ തുടങ്ങും. നിന്റെ പ്രതികരണമാണ് നിന്റെ വിശ്വാസത്തെ പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ 25 ലക്ഷം പുരുഷാരത്തിൽ 2 പേർക്ക് മാത്രം എന്തുണ്ടായിരുന്നോ? ആമേൻ, വേറെ ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നോ? 25 ലക്ഷം പേര് ഒരേ മന്നയല്ലേ തിന്നത്? 25 ലക്ഷം പേര് ഒരേ കാടയല്ലേ തിന്നത്? 25 ലക്ഷം പേര് ഒരേ മേഘത്തിന്റെ കീഴിലല്ലേ നിന്നത്? അവർ ഒരേ അഗ്നിസ്തംഭത്തെ അല്ലേ കണ്ടത്? പക്ഷേ അവരെല്ലാവരും കണ്ടതും അനുഭവിച്ചതും ഒരേ കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇവർ 2 പേരുടെ അകത്ത് മാത്രം എന്തുണ്ടായിരുന്നു? An another fellowship of faith. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, you must have an another fellowship in the fellowship. ഞാൻ പറയട്ടെ, you must have an another fellowship in the fellowship. സഭ എന്ന കൂട്ടായ്മയ്ക്കകത്ത് നിനക്ക് വേറെ ഒരു ഫെലോഷിപ്പ് ഉണ്ടാകണം. ആമേൻ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് എന്തുണ്ടാകണം? ഭിന്ന പക്ഷങ്ങൾ ഉണ്ടാകണം. എൻ്റെ സഹോദരങ്ങളെ, ഇവരുടെ ആമേൻ, ഞാൻ ഒരു കാര്യം പറയാം, ഒരേ വിശ്വാസമുള്ളവൻ്റെ റെസ്പോൺസ് ഒരുപോലെ ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരേ വിശ്വാസമുണ്ടെങ്കിൽ നിന്നോട് മനുഷ്യൻ്റെ റെസ്പോൺസും സെയിം തന്നെ ആയിരിക്കും. 10 വാക്യത്തിലേക്ക് വരുമ്പോൾ 10 വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ അവരെ കല്ലെറിയണമെന്ന് സഭ എല്ലാം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സഭയാണോ കൂട്ടായ്മ? അല്ല, സഭയ്ക്കകത്തൊരു കൂട്ടായ്മ. അതാണ് വിശ്വാസത്തിന്റെ കൂട്ടായ്മ. എൻ്റെ സഹോദരങ്ങൾ, ഇവിടെ 3 പ്രതികരണങ്ങളെ നമുക്ക് കാണാം. 3 പ്രതികരണങ്ങൾ. വിശ്വാസമുള്ള യോശുവയും കാലേബും വസ്ത്രം കീറി. വിശ്വാസമില്ലാത്തവർ മുഴുവനും ഇവരെ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയാവോ? എറിയാൻ കല്ലെടുത്തു. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് the same faith lead to same affliction, the same faith lead to same troubles. നിന്റെ വിശ്വാസത്തിന്റെ അളവാണ് നിന്റെ പരിശോധനയെ കുറിച്ചിടുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ വിശ്വാസത്തിന്റെ അളവാണ് നിന്റെ പരിശോധനയെ കുറിച്ചിടുന്നത്. ശദ്രക്കിനൊരു തീ, മേശക്കിനൊരു തീ, അബേദ്നെഗോവിനൊരു തീ. അല്ലല്ലല്ല, ശദ്രക്കും മേശക്കിനും അബേദ്നെഗോവിനോ ഒരേ തീ. കാരണം അവരുടെ 3 പേരുടെയും വിശ്വാസം ഒരേ വിശ്വാസമാണ്. ഇന്ന് പകൽ നീ അറിയണം, നിന്റെ വിശ്വാസമാണ് നിന്റെ പ്രതിസന്ധിയെ നിശ്ചയിക്കുന്നത്. ജനം മുഴുവനോ അവരെ എറിയുവാൻ കല്ലെടുത്തു. ജനം മുഴുവനോ അവരെ കല്ലെറിയണമെന്ന് പറയുകയാണ്. ആമേൻ. ഞാൻ പറയട്ടെ, ഒരു വിശ്വാസിയോട് ലോകത്തിന്റെ മുഴുവനും പ്രതികരണം ഒന്നായിരിക്കുക. നിന്റെ അതേ വിശ്വാസമുള്ള വേറൊരുത്തനോടോ ലോകത്തിന്റെ മുഴുവനും പ്രതികരണം അതേ പ്രതികരണമായിരിക്കുക. അതുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങൾ ലൗകികരല്ലാത്തത് കൊണ്ട് ലോകം എന്നെ പകച്ചതുപോലെ നിങ്ങളെയും പകയ്ക്കും. 3 റെസ്പോൺസ്. ആദ്യത്തെ റെസ്പോൺസ് ആരുടെയാ? യോശുവയുടെയും കാലേബിന്റെയും. രണ്ടാമത്തെ റെസ്പോൺസ് ആരുടെയാ? ലോകത്തിന്റെ, സഭയുടെ. പക്ഷേ മൂന്നാമത് വേറൊരു റെസ്പോൺസ് ഉണ്ടായി. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണെ പ്രത്യക്ഷമായി. റെസ്പോൺസ് ഫ്രം ഹെവൻ.
ഇന്ന് പകൽ നീ വിശ്വാസത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ നിന്നാൽ ലോകം അവന്റെ എതിർപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യും, പക്ഷെ സ്വർഗം തന്റെ ഗ്ലോറിയെ മാനിഫെസ്റ്റ് ചെയ്യും. How many of you are ready to manifest thy faith, to be in the fellowship of faith? La kamana mana 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 riha erebere bela katarthania la hasaria. Amen. പ്രതിസന്ധികൾക്കകത്ത് 3 റെസ്പോൺസ് ഉണ്ട്. ആമേൻ. നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ കോളം ഇട്ട് എഴുതിക്കോ. ആമേൻ. പ്രതിസന്ധികൾക്കകത്ത് 3 റെസ്പോൺസ് ഉണ്ട്. 1 നിന്റെ റെസ്പോൺസ്, 2 ലോകത്തിന്റെ നിന്റെ കൂടുള്ളവരുടെ റെസ്പോൺസ്, 3 ദൈവത്തിന്റെ റെസ്പോൺസ്. പ്രതിസന്ധികളുടെ നടുവിൽ വിശ്വാസത്തെ മാനിഫെസ്റ്റ് ചെയ്ത യോശുവ കാലേബ്, വിശ്വാസത്തെ അവർ മാനിഫെസ്റ്റ് ചെയ്തത് കൊണ്ട് ലോകം മുഴുവൻ അവർക്കെതിരായി തീർന്നു. യോശുവ കാലേബ് ഇവരെല്ലാവരും പറയുമ്പോൾ നീ അതിനകത്ത് എതിർക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവരും 10 പേരും അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ 2 പേരും മണ്ടന്മാര് ചിന്തിച്ച വല്ലോ നടക്കുമോ? 25 ലക്ഷം പുരുഷാരെ കരയുമ്പോ നീ 2 മണ്ടന്മാര് നിന്ന് ഈ വിശ്വാസവും വീര്യപ്രവൃത്തിയൊന്നും പറഞ്ഞ വല്ലോ നടക്കുമോ? യോശുവയും കാലേബും പറഞ്ഞു എനിക്കതൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു കൂട്ടായ്മയുണ്ട്, ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ മൈൻഡിനെ ഭരിക്കുന്നത് വിശ്വാസമാണ്, ഞങ്ങളുടെ മൈൻഡിനെ ഭരിക്കുന്നത് വാഗ്ദത്തമാണ്, ഞങ്ങളുടെ മൈൻഡിനെ ഭരിക്കുന്നത് ദൈവത്തിന്റെ അധികാരമാണ്. ഇവര് പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെ അനാക്കിന്റെ പുത്രന്മാരെ കണ്ടോ, പക്ഷെ അതിന്റെ മീതെ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം ആ ദേശത്ത് കിടക്കുന്നത് ഞാൻ കണ്ടോ. ഹോലി സ്പിരിറ്റ്. ആമേൻ. ഇന്ന് പകൽ നീ പറയണോ, നിന്റെ വിശ്വാസത്തിന് നിനക്കൊരു റെസ്പോൺസ് ഉണ്ട്. നിന്റെ വിശ്വാസത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ലോകം നിന്നെ കല്ലെറിയാൻ എഴുന്നേൽക്ക, ലോകം നിന്നെ കൊഞ്ഞനം കുത്തി കാണിക്ക, ലോകം നിന്നെ പരിഹസിക്ക, പക്ഷേ അവിടെ നിന്റെ ദൈവം അവിടെ റെസ്പോൺസുകൾ അവസാനിക്കുകയല്ല. ആമേ. അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ്. യോശുവയും കാലേബും ഉടുപ്പ് പറിച്ച് കീറിയപ്പോൾ ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടു. യോശുവയും കാലേബും അയ്യോ നമ്മൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞപ്പം തേജസ് പ്രത്യക്ഷപ്പെട്ടോ? ഇല്ല. എപ്പോഴാ തേജസ് പ്രത്യക്ഷപ്പെട്ടത്? യോശുവയും കാലേബിനെയും കല്ലെറിയണമെന്ന് ജനം പറഞ്ഞപ്പോൾ. നിന്നെ കല്ലെറിയണമെന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നതിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നിന്നെ തകർക്കണമെന്ന് പറയുന്നതിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ പുക കാണുമെന്ന് അവൻ പറയുന്നതിന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ യഹോവയുടെ തേജസ്, അപ്പോൾ യഹോവയുടെ തേജസ്, എപ്പോൾ യഹോവയുടെ തേജസ് നിനക്ക് പണി തരണമെന്ന് പറയുമ്പോൾ യഹോവയുടെ തേജസ്. എന്റെ വെല്ലുവിളികൾക്ക് സ്തോത്രം, എന്റെ പരിഹാസങ്ങൾക്ക് സ്തോത്രം, എന്റെ നിന്ദകൾക്ക് സ്തോത്രം, എന്റെ വെല്ലുവിളികൾക്കും പോരാട്ടങ്ങൾക്കും സ്തോത്രം. Lord, I believe. Lord, I believe. There your glory shall appear. There your glory shall appear. മഹത്വം ഇറങ്ങിയിട്ട് പോയില്ല കേട്ടോ. 29 വാക്യത്തിലേക്ക് വരുമ്പോൾ, സംഖ്യ 14 29 വാക്യത്തിൽ പറയുകയാണ്, ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ വേറെ ആരും അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല, കയറുകയില്ല. ഫെലോഷിപ്പ് ഇൻ ഫെയ്ത്ത്. ജീസസ്. രക്തത്തിന്റെ കൂട്ടായ്മ ഉണ്ടാകണം, അത് നമ്മളെ അനുഗ്രഹിക്കും. ആത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടാകണം, അത് നമ്മളെ ശരീരത്തിന്റെ പരിമിതികൾക്കപ്പുറം പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കും. വിശ്വാസത്തിന്റെ കൂട്ടായ്മ ഉണ്ടാകണം, അവിടെ ലോകം നമുക്കെതിരാകും, ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ജീസസ്. ഞാൻ 4ാമത്തെ കൂട്ടായ്മയിലേക്ക് കടക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ 10-ാം വാക്യം തുടങ്ങി വായിക്കാം. 10-ാം വാക്യം തുടങ്ങി. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും. അത് ഇംഗ്ലീഷിലെ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. 10-ാം വാക്യം. That I may know him and the power of his resurrection. You should know him and the power of his resurrection. നീ അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അറിയണം.
കർത്താവിനെയും കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അറിയണം. പക്ഷെ സഫറിങ്സിനെ കുറിച്ച് നീ അറിഞ്ഞാൽ പോരാ. സഫറിങ്സിനെ കുറിച്ച് നീ അറിഞ്ഞാൽ പോരാ. യു ഷുഡ് നോ ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, ബട്ട് യു ഷുഡ് നോട്ട് ലിമിറ്റ് the sufferings of Christ in your knowledge, but you must have a fellowship in his sufferings. നിനക്ക് കഷ്ടതകളെ കുറിച്ച് അറിവുണ്ടായിരുന്നാൽ പോരാ. യേശുവിൻ്റെ തലയിൽ അടിച്ച മുൾക്കിരീടത്തിൻ്റെ ആണിക്ക് എത്ര നീളമുണ്ടായിരുന്നു, അവൻ്റെ റിസ്റ്റിൽ അടിച്ച മുള്ളുകൾക്ക് എത്ര നീളമുണ്ടായിരുന്നോ, കാരിനും ആണികൾക്ക് എത്ര കട്ടിയുണ്ടായിരുന്നോ, കുരിശിന് 8 അടി വീതി ഉണ്ടായിരുന്നോ, പൈൻമരത്തിൻ്റെ മണമെന്താ, പൈൻമരത്തിൻ്റെ ഗുണമെന്താ, ഗോൽഗോത്തയിലേക്ക് ഗബത്തയിൽ നിന്നുള്ള നീളമെന്താ. നീ കഷ്ടാനുഭവങ്ങളെ അറിയേണ്ടവനല്ല, പകരം കഷ്ടാനുഭവങ്ങളെ അനുഭവിക്കണം. ആമേൻ. ഫെലോഷിപ്പ് ഇൻ ദ സഫറിങ്സ്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, കർത്താവിൻ്റെ കഷ്ടത അറിയേണ്ടതല്ല, അത് അനുഭവിക്കേണ്ടതാണ്. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും. ആമേൻ. ഇതെപ്പോഴാണ് ആരംഭിക്കുന്നതെന്നറിയാമോ? അവൻ്റെ മരണത്തോട് അതെപ്പോഴാണ് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്നത്? ജലസ്നാനത്താൽ. അവനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. റോമാലേഖനം 6-ാം അധ്യായം. അപ്പം സ്നാനപ്പെട്ട ഒരു മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? കർത്താവിനെയും കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അനുഭവിപ്പാൻ കഴിയുകയുള്ളൂ. ആമേൻ. അതുകൊണ്ടാണ് പാസ്റ്റർമാർ പറയുന്നത് സ്നാനപ്പെട്ട വിടുതലുണ്ടാകുമെന്ന്. സ്നാനപ്പെട്ട വിടുതലുണ്ടാകും. എന്താ കാരണം? സ്നാനപ്പെട്ട് കഴിഞ്ഞാലേ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അറിയാൻ കഴിയത്തുള്ളൂ. പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. ക്രിസ്തുവിനെയും അവൻ്റെ ശക്തിയെയും അറിയണം. പക്ഷേ കഷ്ടാനുഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. കഷ്ടാനുഭവങ്ങളെ അനുഭവിച്ചറിയണം. കഷ്ടാനുഭവങ്ങളെ അനുഭവിച്ചറിയണം. എന്തിനു വേണ്ടിയായി കഷ്ടാനുഭവങ്ങളെ അനുഭവിച്ചറിയുന്നത്? വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് I might attain unto the resurrection of the dead. എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിൽ I must have the communion, the fellowship with his afflictions. അവൻ്റെ സഫറിങ്സിനകത്ത്, അവൻ്റെ കഷ്ടതയ്ക്കകത്ത് എനിക്ക് എന്തുണ്ടാകണം? ആമേൻ. അവൻ്റെ കഷ്ടതയ്ക്കകത്ത് എനിക്ക് എന്തുണ്ടാകണം? കൂട്ടായ്മയുണ്ടാകണം. കഷ്ടതയ്ക്കകത്ത് കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? കഷ്ടതയ്ക്കകത്ത് കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നു, ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അവൻ്റെ നിമിത്തം സകലം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണണം. ഞാൻ ആ ഭാഗത്തിലേക്ക് ഇപ്പോൾ കയറുന്നില്ല. 3-ാം അധ്യായം ഛേദമെന്നെണ്ണുക, ചവറെന്നെണ്ണുക, അതൊരു ഡീറ്റെയിൽഡ് സബ്ജക്റ്റാണ്. ഇപ്പോൾ കയറുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളുമായിട്ട് അവൻ കൂട്ടായ്മ ആചരിക്കണം. എന്തിനാണ് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കൂട്ടായ്മ ആചരിക്കേണ്ടത്? പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. ആമേൻ. ആമേൻ. ഞാൻ ഈ വാക്യം കുഞ്ഞിലെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. അപ്പം ക്രിസ്തു കഷ്ടങ്ങളിൽ തികഞ്ഞില്ലേ? അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരാളുടെ അടുക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞു, മോനെ, യേശു എന്തൊക്കെ കഷ്ടം സഹിച്ചെന്ന് പറഞ്ഞാലും കുറച്ച് മണിക്കൂറേ ഉള്ളായിരുന്നു യേശുവിൻ്റെ കഷ്ടം. അതുകൊണ്ട് യേശുവിൻ്റെ കഷ്ടം കുറച്ച് നേരം ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി നീണ്ടു നിൽക്കുന്ന കഷ്ടത തന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു കഷ്ടം അനുഭവിച്ചെങ്കിലും കുറച്ച് നേരം ഉള്ളായിരുന്നു. നമ്മൾ അതുകൊണ്ട് ഒത്തിരി നേരം കഷ്ടം അനുഭവിക്കണം. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, കുറച്ച് നേരവും ഷോർട്ട് ടൈമും ലോങ് ടൈമും അല്ല ഇതിൻ്റെ വിഷയം. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ആൻഡ് ഫിൽ അപ്പ് ദാറ്റ് വിച്ച് ഈസ് ബിഹൈൻഡ് ഓഫ് ദ അഫ്ലിക്ഷൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ മൈ ഫ്ലഷ് ഫോർ ഹിസ് ബോഡീസ് സേക്ക് വിച്ച് ഈസ് ദ ചർച്ച്. അവിടെ പറയാണ്, ബിഹൈൻഡ് ഓഫ് ദ അഫ്ലിക്ഷൻസ്. ക്രിസ്തു ഏതാണ്? തലയാണ്. സഭ ഏതാണ്? ശരീരമാണ്. തലയുടെ കഷ്ടാനുഭവങ്ങൾ മുഴുവൻ ആര് പൂർത്തീകരിച്ചു? ക്രിസ്തു പൂർത്തീകരിച്ചു. ബിഹൈൻഡ് ഓഫ് ദാറ്റ് അഫ്ലിക്ഷൻസ്, അതെവിടെ കിടക്കുന്നതാ? ശരീരത്തിൽ, സഭയ്ക്ക് ഉള്ള കഷ്ടതയാണ്. ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടത്, 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 ശരീരത്തിൽ, സഭയ്ക്ക് ഉള്ള കഷ്ടതയാണ്. ക്രിസ്തു
കഷ്ടതയിൽ കൂടെയാണെങ്കിൽ സഭ തേജസ്കരിക്കപ്പെടുന്നതും എങ്ങനെ തന്നെയാണ്. നോട്ടി, നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യമായ ഘനത്തിലേക്ക് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സുമായി തുലനം ചെയ്യുക. എൻ്റെ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നത്, ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് സ്വർഗത്തിലേത് മാത്രമല്ല, ഈ ഭൂമിയിലെ നമ്മൾ ആയിരിക്കുന്ന ആത്മീയ അധികാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തികൾ 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 22-ാം വാക്യത്തിൽ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നത് 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പിൽ കയറി എന്ത് ചെയ്യണം? സ്റ്റാൻഡ് ചെയ്യണം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 14:22 ഒന്നാമത് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിന്റെ സ്റ്റെപ്പിൽ കയറി നിൽക്കണം. രണ്ടാമതായി നിങ്ങൾ എന്ത് ചെയ്യണം? അനേക കഷ്ടങ്ങളിൽ കൂടെ, സ്റ്റെപ്പുകളിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിനകത്തേക്ക് കടക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. അമ്മേ, ഏതെങ്കിലും ഒരു അഭിഷക്തന്റെ കയ്യിൽ നിന്ന് ഇമ്പാർട്ടേഷൻ കിട്ടി, നീ ദൈവരാജ്യത്തിൽ കയറി പിറ്റേന്ന് തൊട്ട് പ്രവചിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു, സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട. അമ്മേ, ദ ട്രൂ കിങ്ഡം ഓഫ് ഗോഡ്, ദ റിയൽ kingdom of God, അതെങ്ങനെയാണെന്നറിയാമോ? ഫസ്റ്റ് സ്റ്റാൻഡ് ഇൻ ദ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിൽക്കുക. വിശ്വാസത്തിൽ നിലനിന്നിട്ട് അവിടെ നിന്ന് ദൈവം നിന്നെ കഷ്ടതയുടെ പടികളിൽ കൂടെ ദൈവരാജ്യത്തിലേക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രതികൂലം നിന്നെ ഒരു നാശക്കുഴിയിലേക്കല്ല, കഷ്ടതകൾ നിന്നെ ദൈവരാജ്യത്തിന്റെ മാസ്മരികതയിലേക്ക്, attain the glory, attain the authority, attain the power through the afflictions. Rabahasara Kataria Latania Bartania Tarava Pravartania. Amen. Enter into the kingdom of God through the tribulation. കഷ്ടതകൾക്കകത്തുകൂടെ നീ എവിടെങ്കിലും നിരാശയിലേക്ക് പോകാനാണോ പറഞ്ഞത്? കഷ്ടതയ്ക്കകത്തുകൂടെ നീ പിന്മാറ്റത്തിലേക്ക് പോകാനാണോ പറഞ്ഞത്? അല്ല. നമ്മുടെ ഇടയിൽ പലരും പറയാ, കഷ്ടതയിൽ പിടിച്ചു നിൽക്കാൻ പ്രാർത്ഥിക്കണേ. നീ കഷ്ടതയിൽ പിടിച്ചു നിൽക്കേണ്ടവനല്ല, നീ കഷ്ടതയിൽ കൂടെ ദൈവരാജ്യത്തിൽ കയറേണ്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, 3 ദൈവരാജ്യങ്ങളെ നാം പഠിച്ചാലും എന്ന് പറഞ്ഞാൽ, ഇൻവിസിബിൾ ദൈവരാജ്യമായിരുന്നാലും, വിസിബിൾ ദൈവരാജ്യമായിരുന്നാലും, ഇറ്റേണൽ ദൈവരാജ്യമായിരുന്നാലും, ഇത് 3ലും പ്രവേശിക്കുന്നവർ ഏതിൽ കൂടെയാണ് പ്രവേശിക്കുന്നതെന്ന് അറിയാമോ? ഒരു കഷ്ടതയിൽ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ അദൃശ്യ ദൈവരാജ്യമായിരിക്കും ആത്മീക ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? ഒരു ബ്രോക്കൺനെസ്, ഒരു കഷ്ടതയുണ്ടാകണം. 2, ഇസ്രായേലിന് വേണ്ടി പ്രധാനമായി സ്ഥാപിക്കപ്പെടുന്ന സഹസ്രാബ്ദ വാഴ്ച, മില്ലേനിയൽ റെയിനിലേക്ക് കയറുന്നതിന് മുന്നമേ യാക്കോബിന് അതിതീവ്രമായിരിക്കുന്ന 3.5 വർഷത്തെ കഷ്ടകാലമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നിത്യതയുടെ കവാടം തുറക്കുന്നതിന് മുന്നമേ പിശാചിനെ അഴിച്ചു വിടുമ്പോൾ അവൻ ഭൂമിയിലുള്ള സകല അസംഖ്യം ജാതികളെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിക്കുക. ഗോഗ് മാഗോഗ് യുദ്ധം. അതിനനന്തരമാണ് എന്ത് സംഭവിക്കുന്നത്? നിത്യമായ ദൈവരാജ്യം സംഭവിക്കുന്നത്. ദൈവരാജ്യത്തിന് മുൻപ് ഒരു വാർഫെയർ ഉണ്ട്. ഇന്ന് പകൽ നീ തിരിച്ചറിയണം. If you are crossing a Jordan, you are getting into the promised land. You are crossing a warfare, you are getting into the promised land. നീ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നത് ഒരു യുദ്ധഭൂമിയിൽ കൂടെയാണ്. ജീസസ്. അപ്പം ക്രിസ്തു, ആമേൻ, നമ്മുടെ കഷ്ടതകൾക്കകത്ത്, ആമേൻ, കഷ്ടതയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ഈ കഷ്ടതയുടെ കൂട്ടായ്മ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകണം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും നാം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ആമേൻ. കഷ്ടതകളിൽ പിറുപിറുക്കരുത്. ഇത് കർത്താവുമായി, ആമേൻ, പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് അഫ്ലിക്ഷൻ. അതുകൊണ്ടാണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ എഴുതുന്നു, ക്രിസ്തുവിൻ്റെ രാജ്യത്തിലും കഷ്ടതയിലും സഹിഷ്ണുതയിലും പങ്കാളിയായിരിക്കുന്ന യോഹന്നാൻ എന്ന ഞാൻ, ക്രിസ്തുവിൻ്റെ കഷ്ടതയിലും സഹിഷ്ണുതയിലും രാജ്യത്തിലും പങ്കാളിയായിരിക്കുന്ന യോഹന്നാൻ എന്ന ഞാൻ. അത്തരം തുറന്ന് പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ കഷ്ടതയിലും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലും ക്രിസ്തുവിൻ്റെ രാജ്യത്തിലും പങ്കാളിയായിരിക്കുന്ന
സുവിശേഷം ഒരു മനുഷ്യനെ 3 തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവർ ക്രിസ്തേശുവിൽ വാഗ്ദത്തത്തിൽ പങ്കാളികളും കൂട്ടവകാശികളും ഏക ശരീരസ്ഥനുമായിരിക്കേണ്ടതിന്. വാഗ്ദത്തത്തിൽ പങ്കാളിയാകുന്നത് എളുപ്പമാണ്, കൂട്ടവകാശമാകുന്നത് സന്തോഷമാണ്. പക്ഷെ മൂന്നാമതൊരു പോയിന്റ് പറയുകയാണ്, ഏക ശരീരസ്ഥരായി തീരണം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ എവിടെ മുറിവേറ്റാലും ഈ ശരീരം മുഴുവനും എന്ത് ചെയ്യണം? വേദനിക്കണം. സുവിശേഷം ഒരു മനുഷ്യനെ വാഗ്ദത്തത്തിൽ പങ്കാളിയോ കൂട്ടവകാശിയും മാത്രമല്ല ആക്കുന്നത്, ക്രിസ്തുവിനോട് കൂടെ ഏക ശരീരസ്ഥനാക്കുകയാണ്. Without our affliction, without suffering, there is no Christianity. Jesus, ഇന്ന് പകൽ നിന്റെ കഷ്ടതയെ നോക്കി പറ, ഇത് ശാപമല്ലെന്നേ, ഇത് ബന്ധനമല്ലെന്നേ, ഇത് പോരാട്ടമല്ലെന്നേ. ഞാൻ അവനുമായി ഏക ശരീരസ്ഥനാണ്. അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഞാൻ. ജീസസ്, ജീസസ്, ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ഓരോ കാലഘട്ടത്തിലും ഓരോ വിധത്തിലാണ് കഷ്ടതകൾ വരുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി എന്താണെന്നറിയാം. എന്താണ് പട്ടിണി? ചിക്കൻ ഇല്ലാതെ കഴിക്കാൻ പറയുന്നതാണ് പട്ടിണി. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ പട്ടിണി എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ചിക്കൻ ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ മീൻ വറുത്തതില്ലാത്തതാണ് അവരെ സംബന്ധിച്ച പട്ടിണി. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പറയും, ഞങ്ങളുടെയൊക്കെ കാലത്ത് സ്കൂളിൽ എന്തുമാത്രം കഷ്ടപ്പെട്ട പോയെന്നറിയാം. അന്ന് നിങ്ങൾക്ക് ഫിസിക്കൽ കഷ്ടപ്പാടായിരുന്നു, പക്ഷേ ഇന്ന് നിങ്ങൾക്കുള്ള കഷ്ടപ്പാടോ, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുള്ള കഷ്ടപ്പാടോ എത്രയോ 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 ഹയർ ലെവലാണ്. ഇതുപോലെ ദൈവസഭ ഒരുപക്ഷെ ശാരീരികമായി ആക്രമിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് സഭയ്ക്കെതിരെ യുദ്ധമില്ല എന്ന് കരുതരുത്. സഭ, ഒരു ശുശ്രൂഷകൻ, ഒരു അഭിഷക്തൻ, ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി 2 തലത്തിൽ ആക്രമിക്കപ്പെടാം. ഒന്നുകിൽ ഫിസിക്കലി, അല്ലെങ്കിൽ മെന്റലി, സ്പിരിച്വലി. ഒരു മനുഷ്യൻ ഫിസിക്കലി ഓക്കെ ആയെന്ന് കണ്ട് അവർക്കൊരു കുഴപ്പമില്ലെന്ന് നിങ്ങൾ കരുതരുത്. ഒരു സഭയുടെ നേരെ ആരും കൊടി പിടിച്ച് കയറി വരുന്നില്ലെന്നോ വെളിയിൽ വന്ന് കൊടി നാട്ടുന്നില്ലെന്നോ പറഞ്ഞ് ആ സഭ സമാധാനമാണെന്ന് കരുതരുത്. ആ സഭയ്ക്കെതിരെ ദുരാത്മാവ് വേറെ തലത്തിലാണ് പോരടിക്കുന്നത്. കൊടി കുത്താൻ പറ്റുന്നിടത്തവൻ കൊടികുത്തും, വടി വെട്ടാൻ പറ്റുന്നിടത്തവൻ വടിവെട്ടും. ഇതൊന്നും ചെയ്യാതെ അകത്തൂടെ ബോംബിടേണ്ടിയിടത്ത് അവൻ എന്ത് ചെയ്യുകയാണ്? ബോംബിടുകയാണ്. വിസിബിൾ റലത്തിലെ യുദ്ധങ്ങൾ പ്രാഥമികമാണ്. ഇൻവിസിബിൾ റലത്തിലെ യുദ്ധമാണ് ഏറ്റവും ഭയാനകമായി നിൽക്കുന്നത്. ഞാൻ മുൻപോട്ട് കയറട്ടെ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകണം. 4 കൂട്ടായ്മകളെ ഞാൻ പറഞ്ഞു. 1 രക്തത്തിൻ്റെ കൂട്ടായ്മ, 2 ആത്മാവിൻ്റെ കൂട്ടായ്മ, 3 വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ, 4 കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. 5ാമത്തെ കൂട്ടായ്മയെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരാം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം. റോമർ 12:13. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പീൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ വിശുദ്ധന്മാരുടെ ആവശ്യത്തിലുള്ള കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയെ നാം പഠിക്കുമ്പോൾ ഞാനതിനെ 2ആയി തിരിച്ചു പഠിക്കാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ഫിലിപ്പ്യരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിങ്കൽ ഞാൻ മക്കോദോന്യയിൽ നിന്ന് പുറപ്പെട്ടാരെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. വരവ് ചെലവ് കാര്യത്തിലുള്ള കൂട്ടായ്മ, ആവശ്യകതകളിലുള്ള കൂട്ടായ്മ. എന്നാൽ ഇവിടുത്തെ ഈ കൂട്ടായ്മയെ കണ്ടാൽ സുവിശേഷ ഘോഷണത്തിൻ്റെ കൂട്ടായ്മയാണ് ഇവിടെ പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ സുവിശേഷ ഘോഷണത്തിലുള്ള പാർട്ടേക്കേഴ്സ് ഇൻ ഇവാഞ്ചലിസം, കൂട്ടായ്മയുണ്ടാകണം. ഇവാഞ്ചലിസത്തിൽ നോർത്ത് ഇന്ത്യൻ മിഷനുകൾക്ക്, മിഷൻ ഫീൽഡുകൾക്ക്, സുവിശേഷത്തിനകത്ത് ഒരു മനുഷ്യൻ എന്തുണ്ടാകണം? കൂട്ടായ്മയുണ്ടാകണം.
ഇന്ന് നമ്മളൊക്കെ പറയും, അയ്യോ ഇപ്പം വിദേശത്തു നിന്നൊന്നും വരുന്നില്ല ഫണ്ട്. ദൈവം നിനക്കൊരവസരം നൽകുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലേക്കുള്ള സുവിശേഷത്തിന്റെ വരവ് നിലച്ചതിന് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. കാരണം ആഫ്രിക്കയിൽ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ഫണ്ടുകൾ അയക്കപ്പെട്ടത്. ഏഷ്യയുടെ വാതിലുകൾ അടയപ്പെട്ടപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ഏഷ്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വാതിലുകളെ ദൈവം അടയാൻ അനുവദിച്ചതെന്നറിയാമോ? കാരണം ദൈവം നോക്കിയപ്പോൾ ഇന്ത്യ സെൽഫ് സഫിഷ്യന്റ് ആയി. കർത്താവ് പറഞ്ഞു, ഇന്ത്യയിലെ മക്കളെ ഞാൻ ഒത്തിരി അനുഗ്രഹിച്ചല്ലോ, ഇന്ത്യയിലെ മക്കൾക്ക് ഞാൻ ആവശ്യം പോലെ കൊടുത്തല്ലോ, അവർക്ക് അവിടെ മാനേജ് ചെയ്യാൻ കഴിയുമല്ലോ. ആമേൻ. നിങ്ങളുടെ വീട്ടിൽ 2 മക്കളുണ്ട് എന്നിരിക്കട്ടെ, മൂത്ത കുഞ്ഞിന് വാരി കഴിക്കാൻ പാകമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആർക്കാ വാരി കൊടുക്കുന്നത്? ഇളയ കുഞ്ഞിന്. മൂത്തവൻ ഇങ്ങനെ സങ്കടം പറയും, അയ്യോ എനിക്ക് മാത്രമേ, അമ്മയൊക്കെ എന്നോടെന്താ സ്നേഹമില്ലാത്ത, എനിക്കെന്താ വാരി തരാത്തതെന്ന്. അറിയണം, കുഞ്ഞിന് ദൈവസഭയെ ആമേൻ നീഡി പേഴ്സൺസിനാണ്, നീഡി കൺട്രീസിനാണ്, നീഡി നേഷൻസിനാണ് ദൈവം നൽകുന്നത്. ആകയാൽ ഇന്ത്യയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഭാരതത്തിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. ഇവിടെ നിന്ന് നന്മകളെ പുറത്തേക്ക് കൊടുക്കുവാൻ, ഇവിടെ നിന്ന് രാജ്യങ്ങളിലേക്ക് നന്മകളെ നൽകുവാൻ തക്കവണ്ണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു കാലത്ത് ആമേൻ ഇവിടെ നിന്ന് ഒന്നും കൊടുക്കാനില്ലാതിരുന്ന കാലത്ത് ഇവിടെ നിന്ന് എന്ത് ചെയ്തെന്നറിയാമോ? ജീവനെ പണയം വെച്ച് നമ്മുടെ പിതാക്കന്മാർ മിഷൻ ദൗത്യമായി സംസ്ഥാനങ്ങളിലേക്ക് കടന്നുപോയി. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ തലമുറകളെ വിടുവാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ തലമുറകളിൽ കൂടെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന നന്മകളെ നിങ്ങൾ എന്ത് ചെയ്യണം? സുവിശേഷ ഘോഷണത്തിനകത്ത് കൂട്ടായ്മ കാണിക്കണം. ദൈവത്തെ നിങ്ങൾക്ക് നൽകിയ എല്ലാ നന്മയുടെയും എല്ലാ ഫലത്തിൻ്റെയും നന്മ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദരിക്കണം. ഇത് സുവിശേഷ ഘോഷണത്തിനുള്ള വരവ് ചെലവ്. എന്നാൽ അതിന് മുകളിലത്തെ വാക്യത്തിൽ റോമലേഖനം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ എന്താ പറഞ്ഞതെന്നറിയാമോ? റോമർ 12:13 വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പീൻ. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ സുവിശേഷീകരണത്തിൽ മാത്രമല്ല ദൈവദാസന്മാരുടെ ആവശ്യങ്ങളിൽ എന്ത് ചെയ്യണം? കൂട്ടായ്മ കാണിക്കണം. നിങ്ങളുടെ ഈ വിശുദ്ധന്മാരെന്ന് പറയുന്നത് ദൈവസഭയെ തന്നെയാണ് പറയുന്നത്. ഞാൻ അതിനോട് ചേർത്ത് ഒരു കാര്യത്തിലെ നിങ്ങളേക്ക് കൊണ്ടുപോകാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ എന്താണ്? ദൈവകൃപ എന്നറിയാമോ? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടോ അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ഈ വാക്യം വായിച്ചിട്ട് എന്തൊരു കോൺട്രഡിക്ടറി വേർഡ്സ് എഴുതിയിരിക്കുന്നത്. മഹാദാരിദ്ര്യം ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നെന്ന്. എന്തൊരു വർത്താനമൊക്കെ ഈ പറയുന്നത്. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടോ മഹാദാരിദ്ര്യ നിമിത്തം അവർ ധാരാളം ഔദാര്യം ചെയ്തു. ഇത് എങ്ങനെ സംഭവിക്കും? ഇതൊക്കെ എങ്ങനെ നടക്കുന്നതാ? എന്നിട്ട് അപ്പോൾ അതെങ്ങനെ നടന്നുവെന്ന് ചോദിച്ചാൽ പറയാ, അതാണ് കൃപ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചോ. ആമേൻ. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. ആമേൻ. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ അല്ല. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ മക്കദോന്യ സഭ ഈ പറയുന്ന വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിലുള്ള സഹായം എന്ന് പറയുന്നത്, ജെറുസലേമിൽ വലിയ ക്ഷാമമുണ്ടായി. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കറിയാം, അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്ന് പ്രവചിച്ചു, ദേശത്തിൽ വലിയ ക്ഷാമം വരാൻ പോകുന്നുവെന്ന്. അതങ്ങനെ സംഭവിച്ചു. യെരൂശലേമിൽ ഭയങ്കര ക്ഷാമമുണ്ടായി. ആ ക്ഷാമമുണ്ടായ സമയത്ത് പൗലോസ് ജാതീയ സഭകളിൽ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് കൺട്രീസുകളിൽ കൂടി കടന്ന് താൻ എന്ത് ചെയ്യുകയാണ്? കാശ് വിരിക്കുകയാണ്. ഈ മക്കദോന്യ സഭകളുടെ വലിയ കൃപ എന്താണെന്നറിയാമോ? അവരുടെ കഷ്ടതയ്ക്കകത്തുനിന്നും പ്രാപ്തിക്കും ഇതേ കൊടുത്തു എന്നുള്ളതൊന്നുമല്ല. അതിനെക്കാട്ടിലും വേറൊരു സംഗതി കിടപ്പുണ്ട്. ചില നാളുകൾക്ക് മുൻപ്, ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാത്മാവ് എനിക്ക് ആ ഭാഗം ഒന്ന് വെളിപ്പെടുത്തി തന്നത്. എൻ്റെ സഹോദരങ്ങളെ, ആദ്യം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നതാരാ?
യഹൂദന്മാര്, യെരൂശലേമിലെ വിശുദ്ധന്മാര്. ഈ യെരൂശലേമിലെ വിശുദ്ധന്മാർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു. എന്നിട്ട് അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ജാതികൾ സഭയിലേക്ക് കടന്നു വന്നത്. അപ്പോഴത്തേക്ക് യെരൂശലേമിലെ അച്ചായന്മാർക്കെല്ലാം ഭയങ്കര ബഹളം. ഇവന്മാരെ ആരെ എന്ത് ചെയ്യരുതെന്നാ? പള്ളി കയറ്റരുതെന്ന്, ഇവന്മാരെ സഭയെ കയറ്റരുതെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ച പുള്ളികൾ ആരെന്നറിയാമോ? ഈ യെരൂശലേമിലെ അച്ചായന്മാര്. എന്നിട്ട് ഇപ്പം ക്ഷാമം വന്നപ്പോൾ യെരൂശലേമിലെ അച്ചായന്മാർ പട്ടിണിയിലായി. അപ്പം മാസിഡോണിയയിലെ സഭയിൽ ചെന്നിട്ട് പൗലോസ് പറയുകയാണ്, യെരൂശലേമിൽ ഭയങ്കര ക്ഷാമമാണ്, അവിടുത്തെ വിശുദ്ധന്മാർക്ക് ആഹാരമില്ലെന്ന്. ഞാൻ ആ സഭയിലുണ്ടായിരുന്നേ പറഞ്ഞേനെ, ഞങ്ങളെ പള്ളി കയറ്റത്തില്ലെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചല്ലേ, അനുഭവിക്കട്ടെ. അതുകൊണ്ട് ദൈവം ഞങ്ങൾക്കൊരു മുട്ടും വരുത്തിയിട്ടില്ലല്ലോ. അവന്മാരുടെയൊക്കെ അഹങ്കാരം ഒതുങ്ങാൻ അതാവശ്യമാണെന്ന് ഞാൻ ഒന്നാമത് അവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞേനെ. പക്ഷേ മക്കദോന്യ സഭയിലെ ജനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവരെ പള്ളി കയറാൻ സമ്മതിക്കാതെ, അവരെ സഭയിൽ അംഗത്വം കൊടുക്കാതെ നിന്ന, അവർക്കെതിരെ ഖരാവോ പ്രഖ്യാപിച്ചു നിന്നവര് പട്ടിണി വന്നപ്പോൾ ഇവരുടെ ദാരിദ്ര്യത്തിന്റെ നടുവിൽ നിന്ന് ഇവർ പ്രാപ്തിക്ക് മീതെ എടുത്തു കൊടുത്തു. യേശു ഗിരിപ്രഭാഷണം പറഞ്ഞപ്പോൾ ഈ മാസിഡോണിയക്കാരൊന്നും കേട്ടില്ല. പക്ഷെ അന്ന് കർത്താവ് പറഞ്ഞു, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആമേൻ, ആവശ്യങ്ങൾക്കകത്തൊരു കൂട്ടായ്മ ഉണ്ടാകണം. ദൈവസഭയുടെ ആവശ്യങ്ങൾക്കകത്തൊരു കൂട്ടായ്മ ഉണ്ടാകണം. ദൈവരാജ്യത്തിൻ്റെ ആവശ്യകതകൾക്കകത്തൊരു കൂട്ടായ്മ ഉണ്ടാകണം. സുവിശേഷ ഘോഷണത്തിനകത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിനകത്ത് എൻ്റെ ഒരു ഓഹരി കിടക്കണം. ആമേൻ. ദൈവ ശുശ്രൂഷയ്ക്കകത്ത് എൻ്റെ ഒരു ഓഹരി കിടക്കണം. ആമേൻ. ഈ വയലിൽ ഈ വയലിൽ എൻ്റെ വിത്തും കിടപ്പുണ്ടെന്നേ. ആമേൻ. എത്ര പേർക്ക് ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുക, ഈ വയലിൽ എൻ്റെ വിത്തും കിടപ്പുണ്ട്, ഈ വേലയിൽ എൻ്റെ അധ്വാനവും കിടപ്പുണ്ടെന്നേ, ഈ മണ്ണിൽ എൻ്റെ വേർപ്പും കിടപ്പുണ്ടെന്ന്. ദൈവം എനിക്ക് നൽകിയ നന്മ കൊണ്ട്, എല്ലാ വിളവിൻ്റെ ആദ്യ ഫലം കൊണ്ട് ഞാൻ ദൈവത്തെ മാനിക്കുക. ഇന്ന് പകൽക്കാല കൂട്ടായ്മ രക്തത്തിൻ്റെതാണ്, കൂട്ടായ്മ ആത്മാവിൻ്റെതാണ്, കൂട്ടായ്മ വിശ്വാസത്തിൻ്റെതാണ്, കൂട്ടായ്മ കഷ്ടാനുഭവങ്ങളുടേതാണ്, കൂട്ടായ്മ ദൈവം നമുക്ക് നൽകിയ നന്മകളുടേതാണ്, കൂട്ടായ്മ ദൈവം നമുക്ക് നൽകിയ നന്മകൾ കൊണ്ട്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് യാക്കോബിന് ലേഖനം എഴുതുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയോ വിശപ്പടക്കുകയും ചെയ്യുവീനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത് എന്ന് പറഞ്ഞാൽ യാക്കോബ് വളരെ വളരെ മര്യാദക്കെന്ന് പറയുക, വാചകം അടിച്ചുകൊണ്ട് നടക്കാതെ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വാചകമടി കുറയ്ക്ക്. നിന്റെ പോക്കറ്റിലുള്ളത് എടുത്ത് എന്തെങ്കിലും ആമേൻ അർഹതപ്പെട്ടവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യ. ഐഡിയ പറയുന്നത് നിർത്ത്, ആലോചന പറയുന്നത് നിർത്ത്. ആമേൻ. ഏത് വീട് പണിതാലും അതിനകത്ത് അഭിപ്രായം, ആര് കാർ മേടിച്ചാലും അതിനകത്ത് അഭിപ്രായം, ആരുടെ പിള്ളേരെ കെട്ടിച്ചാലും അതിനകത്ത് അഭിപ്രായം, എല്ലാ കാര്യത്തിനും അഭിപ്രായം. എന്നാൽ നിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഒരു നന്മ നീ എടുത്തു കൊടുക്കുവോ? അതില്ല. യാക്കോബ് പറയാം, വെറുതെ വാചകം അടിച്ച് സമയം മെനക്കെടുത്താതെ നിനക്ക് വല്ലതും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്ക, അതാണ് ഉപകാരം. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയുകയാണ്, ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവവേലയ്ക്ക് നീ കൊടുക്കുന്നുണ്ടായിരിക്കാം, ആമേൻ, പക്ഷേ ദൈവസഭയ്ക്ക് നീ കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ 2026 3-ാം മാസത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ്റെ എങ്കിലും ദേഹരക്ഷയ്ക്ക് വേണ്ടിയത് നിന്റെ കയ്യിൽ നിന്ന് നീ ഒരുത്തന് കൊടുത്തിട്ടുണ്ടോ? ഇന്ന് പകൽ ദൈവത്തിൻ്റെ കോടതിയുടെ മുൻപാകെ നീ കുറ്റക്കാരനാകരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, സഭയ്ക്ക് കൊടുക്കുന്നത്, സുവിശേഷത്തിന് കൊടുക്കുന്നത് ഒക്കെ നന്ന്. പക്ഷേ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ദേഹരക്ഷയ്ക്ക് നീ കൊടുക്കണം. നിന്റെ പഞ്ചായത്തിൽ അതിന് അർഹതപ്പെട്ടവരുണ്ട്, നിന്റെ വില്ലേജിൽ അതിന് അർഹതപ്പെട്ടവരുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, 2 മാസങ്ങൾ കഴിയുമ്പോൾ പുതിയ സ്കൂൾ വർഷം ആരംഭിക്കുക. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇതിനകത്തിരിക്കുന്ന അനേക മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയവരാണ്. ഈ വർഷം നിങ്ങൾക്ക് ബാഗ് മേടിക്കണ്ട, ഈ വർഷം നിങ്ങൾക്ക് പുസ്തകം മേടിക്കണ്ട, ഈ വർഷം നിങ്ങൾക്ക് ഫീസ് കൊടുക്കണ്ട. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു, ആമേൻ, ഒരു കുഞ്ഞിനെങ്കിലും നിങ്ങൾ ഒരു ബാഗ് മേടിച്ചു കൊടുക്കണം, ഒരു കുഞ്ഞിനെങ്കിലും നിങ്ങൾ ഒരു സെറ്റ് പുസ്തകം മേടിച്ചു കൊടുക്കണം,
ഒരു കുഞ്ഞിനെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുള്ളപ്പോഴും നിങ്ങൾ ചെയ്തില്ലേ? അന്ന് നിങ്ങൾക്ക് ഇത്ര ഞെരുക്കമൊക്കെ, ഇതിനേക്കാൾ ഞെരുക്കമില്ലായിരുന്നോ? എന്നിട്ട് നിങ്ങൾ ഏറ്റവും നല്ല ബാഗും ഷൂവും സോക്സും ടൈയും എല്ലാം മേടിച്ചു കൊടുത്തില്ലേ? ഞാൻ പറയുന്നു, ഒരുത്തൻ്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ളത് നീ ചെയ്യണം. ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. 5 കൂട്ടായ്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഈ കൂട്ടായ്മയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗത്തെ പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. അടുത്തത്, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. എന്തെങ്കിലും കൂട്ടായ്മയുണ്ടോ? ഇല്ല. ഞാൻ പറയട്ടെ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം ഇരുട്ടിൽ വസിക്കുന്നു. ഞാൻ പറയട്ടെ, സഹോദരനെ സ്നേഹിക്കുന്നവന് സഹോദരനെ പകയ്ക്കുന്നവനുമായിട്ട് കൂട്ടായ്മയുണ്ടോ? ഇല്ല. നീ സഹോദരനെ സ്നേഹിക്കുന്നവനാണോ? ആണെങ്കിൽ കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സഹോദരനെ കുറ്റം പറയുന്നവനുമായി നിനക്കെന്ത് കൂട്ടായ്മ? എൻ്റെ അടുക്കൽ ചിലരൊക്കെ പറയും, ഇന്ന കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ മനസ്സിൽ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ആ കുറ്റം അവരോട് പറയാൻ they were comfortable to listen those things. അവരത് കേൾക്കാൻ സുഖമുള്ളവരായിരുന്നു. ഞാൻ പരസ്യമായി ചലഞ്ച് ചെയ്യുന്നു, എന്നെ വിളിച്ച് കുറ്റം പറയാനിട്ടുള്ളവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന കുറ്റം ഞാൻ കേട്ടോണ്ടിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കൈ ഉയർത്തിയട്ടെ. നോബഡി. ജീവിതത്തിൻ്റെ ഒരു ധൈര്യമാണ്. കുറ്റം പറയുകയും വേണ്ട, കുറ്റം കേൾക്കുകയും വേണ്ട. How they became so much comfortable to share with you. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു ചത്ത എലിയെ ഇടാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ? പക്ഷെങ്കിൽ വേസ്റ്റ് കിടക്കുന്നിടത്ത് കൊണ്ടിടാൻ എല്ലാവരും ധൈര്യപ്പെടത്തില്ലേ? ധൈര്യപ്പെടും. അലങ്കരിച്ചിട്ടിരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് ആരെങ്കിലും വിടുവോ? നിന്നെ വിളിച്ച് കൊതിഞ്ഞുണയും പറയുന്നെങ്കിൽ നീ ഒരു ഡം ഹിലാണ്. അതുകൊണ്ടാണ് നിന്റെ അടുക്കൽ വന്ന് ബാക്കിയും കൂടെ പറയുന്നത്. അറിഞ്ഞായിരുന്നോ? നിന്റെ അകത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ നീ തിരിച്ചു പറയും, എനിക്ക് അറിയണ്ട. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, നിന്റെ അകത്ത് അങ്ങനത്തെ അഭിഷേകത്തിന്റെ പുരുഷത്വമുണ്ടോ? അഭിഷേകത്തിന്റെ തൻ്റെ ഇടമുണ്ടോ? ജിയോക്കാരൻ ഫ്രീ കൊടുക്കുന്നെന്ന് പറഞ്ഞ് നീ എന്തിനാ ഈ വളവളാൻ കേൾക്കാൻ പോകുന്നത്? കേൾക്കരുത്. എൻ്റെ കാതുകൾ ദൈവശബ്ദം കേൾക്കേണ്ടതാ. എൻ്റെ നാവ് പ്രാർത്ഥിക്കാനിരിക്കേണ്ടതാ. എനിക്ക് അമ്മച്ചിയുടെ കഥയടി കേൾക്കണ്ടെന്നേ. അവൻ്റെ മോൾ അതുവഴി പോയാലും ഇവൻ്റെ മോൻ അതുവഴി പോയാലും അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. I want to sit in the presence of God. I want to listen from God. അതിൻ്റെ ഇടയ്ക്കാ അമ്മാമ്മയുടെ അച്ഛൻ്റെ കഥ കേൾക്കാനിരിക്കുന്നത്. Your fellowship gone wrong. നമ്മുടെ കൂട്ടായ്മ കുറ്റം കേൾക്കുന്ന കൂട്ടായ്മയല്ല. നമ്മുടെ കൂട്ടായ്മ കൊതിഞ്ഞുണയും കേൾക്കുന്ന കൂട്ടായ്മയല്ല. നമ്മുടെ കൂട്ടായ്മ പാസ്റ്ററുടെയും കൂട്ടുവിശ്വാസികളുടെയും കഥ കേൾക്കുന്ന കൂട്ടായ്മയല്ല. That is not fellowship. That is erroneous friendship. No, എനിക്കത് വേണ്ട. അത് പറയാൻ വിളിക്കുന്ന ആ അമ്മാമേ, അവര് ഇരുള, അവര് പിശാച. സഹോദരന്മാരെ അപവാദം പറയുന്ന ആ അമ്മാമ പിശാചിന്റെ ഏജന്റാ.
അവരുടെ വീട്ടിലുള്ളവർക്ക് സഭയ്ക്കകത്ത് വന്നിരുന്ന പെരുപ്പ, അവർക്ക് എല്ലാറ്റിനകത്തും കുറ്റമാ. They are demon possessed. They are demon possessed. അവർ ഹോളി സ്പിരിറ്റിന് അഡിക്റ്റഡ് അല്ല, അവർ ഹോളി സ്പിരിറ്റിനകത്ത് കെട്ടപ്പെട്ടവരല്ല. They are demon possessed. They are demonic. ഇന്ന് പകൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്ക് ആ ഫെലോഷിപ്പ് വേണോ? നിനക്ക് ആ ഫെലോഷിപ്പ് വേണോ? നിനക്ക് ആ ഫെലോഷിപ്പ് വേണോ? ഇന്ന് വേണ്ടാന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞെങ്കിൽ വൈകിട്ട് കോള് വരുമ്പോൾ ഒന്നുകിൽ റിജക്റ്റ് ചെയ്തേക്കണം, അല്ലെങ്കിൽ എടുത്തിട്ട് പറയണം, എൻ്റെ പൊന്നെ വെച്ചേ ദയവേദി ഇത് പറയാൻ ഇനി ഇങ്ങോട്ട് വിളിക്കരുത്. ഞാൻ ഇന്നത്തെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. ആമേൻ. ഇത്രയും കേട്ടിട്ടും അവർ നിങ്ങളെ വീണ്ടും വിളിച്ച് പറയുന്നെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് തന്നെ കിടക്കുവാണെന്ന് അവർക്കറിയാം, നിങ്ങളിത് അന്നാവത്തില്ലെന്ന് അവർക്കറിയാം. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, കൂട്ടായ്മയുടെ ഒന്നാമത്തെ ഭാഗം അതാണ്. രണ്ടാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 2:42. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എന്ന് പറഞ്ഞാൽ ഉപദേശത്തിനൊത്തവണ്ണമേ എന്ത് ചെയ്യാവൂ? കൂട്ടായ്മ ഉണ്ടാകാവൂ. അടുത്തത് ഈ കൂട്ടായ്മ കഴിഞ്ഞിട്ട് എനിക്ക് അപ്പം നുറുക്കണം, പ്രാർത്ഥിക്കാൻ വേണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിനും എൻ്റെ സഭാ ജീവിതത്തിനും കോട്ടം വരുത്തുന്ന ഒരു കൂട്ടായ്മയും എനിക്ക് വേണ്ട. ഉപദേശത്തിനകത്ത് നിൽക്കുന്ന കൂട്ടായ്മ. ഞാൻ ഒറ്റ ഭാഗം പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യം, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. എത്ര മനോഹരമായിരിക്കുന്ന ഒരു വാക്യമാണെന്നറിയാമോ? സുവിശേഷ ഘോഷണം എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടു. അത് പോട്ടെ, അടുത്ത ഭാഗം അതിലേക്ക് കയറിയ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണം. എനിക്ക് ലഭിച്ച ദൈവകൃപ അറിഞ്ഞുകൊണ്ട്, എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പ് എന്തൊക്കെ വേണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ഞാൻ ആ വാക്യത്തിലെ പ്രധാന ഭാഗം ഇങ്ങനെ എടുക്കാം. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. അപ്പം ആരുമായിട്ടാണ് കൂട്ടായ്മ കൂടിയത്? ആരുമായിട്ടാണ് കൂട്ടായ്മ കൂടിയത്? കൃപയുള്ളവനുമായിട്ട്, പൗലോസുമായിട്ട് അവർ കൂട്ടായ്മയുടെ വലങ്കൈ കൊടുത്തു. എന്താ കാര്യം എന്നറിയാവോ? പൗലോസിന് ഞാൻ മേടിച്ച അതേ കാറാ പൗലോസും മേടിച്ചേക്കുന്നത്. ഞങ്ങൾ രണ്ടും പണ്ട് ഒരേ പള്ളിക്കാരായിരുന്നു. ഞങ്ങൾ രണ്ടും പണ്ട് ഒരിടത്തായിരുന്നു. എൻ്റെ മോനും ദുബായില, അവളുടെ മോളും ദുബായില. അതുകൊണ്ടാണ് ഞങ്ങൾ. ആണോ? അല്ല. ദുബായ് ബന്ധമല്ല, കൊറിയൻ ബന്ധമല്ല. പകരം എന്താ അവരെ യുണൈറ്റ് ചെയ്തത്? അവർക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, കൃപയുള്ളവനുമായിട്ടേ കൂട്ടായ്മയുടെ വലങ്കൈ കൊടുക്കാം.